ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഉച്ചത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണോ? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കൺവെൻഷൻ്റെ 4ാമത്തെ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. 2 കാര്യങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തേത്, കുരിശ് വരയ്ക്കേണ്ടത് നിങ്ങൾക്കറിയാം. ഒന്ന് കുരിശ് വരച്ചേ. അതല്ലാതെ കുരിശ് പിതാവിനും പുത്രനും വെച്ചേ. ഓക്കെ. അപ്പം അങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ കുരിശ് വരയ്ക്കുന്ന ഒരു പരിപാടിയില്ല. കാണാവോ? ഇങ്ങനെ നെഞ്ചുവേദന വരാൻ സാധ്യതയുണ്ട് ഒരുപാടായി കഴിയുമ്പോൾ. ഇങ്ങനെ പിതാവിനും പുത്രനും ഇങ്ങനെ വെക്കരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ ഇത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. വളരെ ശക്തമായ, വളരെ വയോധികയായിരുന്ന വിശുദ്ധയായിരുന്ന ഒരു സിസ്റ്റർ എൻ്റെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു സഹോദരന് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ് ഈ പിതാവിനും പുത്രനും വെച്ചൊരു പ്രാർത്ഥന. അത് ത്രിയേക ദൈവത്തെ ആരാധിക്കുകയാണ്. ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന ഏറ്റവും ചെറുതും ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനകളിൽ ഒന്നുമാണ് ഈ തൃത്വസ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ അത് അതിശക്തമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് പറയുകയാണ്. ഈ പ്രാർത്ഥന പല രീതിയിൽ ചൊല്ലാം. നമ്മൾ പിതാവിനും പുത്രനും സാധാരണ നമ്മുടെ പ്രാർത്ഥനകളുടെ ആരംഭമായി ചൊല്ലാറുണ്ട്. അല്ലാതെ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിനും പുത്രനും പറയാറുണ്ട്. ഇതുകൂടാതെ ഒരു പ്രത്യേക രീതിയിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ അതാണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വെച്ചും ഏത് സമയത്തും ഈ പ്രാർത്ഥന ചൊല്ലാം. ചൊല്ലേണ്ട ഒരു കണക്ക് പറയുന്നത്, ആ കണക്ക് ഒരു കൾട്ടാക്കാനല്ല, മറിച്ച് ചൊല്ലാൻ ഒരു പ്രത്യേക വിധം ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു കണക്ക് പറയുന്നത്. അപ്പം 101 തവണ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലണം. അപ്പം അത് 102 കുഴപ്പമില്ല, 99 കുഴപ്പമില്ല. 101 പ്രത്യേകിച്ച് മാന്ത്രിക ശക്തിയൊന്നുമില്ല. മറിച്ച് ഈ 101 ഒരു കണക്കായിട്ടങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചൊല്ലേണ്ട വിധം എങ്ങനെയാണ്? 10 പ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലണം. അപ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കുരിശ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ആ സമയത്ത് കുരിശ് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ, എങ്ങനെ നിങ്ങൾ ചൊല്ലുന്നേ? ആദിയിലെ പോലെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അപ്പോൾ ഓരോ സഭയുടെയും പ്രാർത്ഥനാ രീതി അനുസരിച്ച് അത് നിങ്ങൾ ചൊല്ലുക. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇത്രയേ ഉള്ളൂ. 10 സെക്കൻഡ് തികച്ചെടുത്തിട്ടില്ല, 5 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. ഓക്കെ. അത് 10 പ്രാവശ്യം ചൊല്ലുക. 10 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ഇനി നിങ്ങളുടെ എന്ത് നിയോഗമാണോ ഉള്ളത്, ഉദാഹരണത്തിന് ഭർത്താവിന് മദ്യപാനമാണ്, അല്ലെ മകൻ അനുസരണക്കേടാണ്, മകൾക്ക് തെറ്റായ ഒരു ബന്ധമാണ്, മകന് ചില ദുശീലമാണ്, അല്ലെ നമുക്ക് തന്നെ ഭയങ്കര കോപമാണ്, അല്ലെ നമുക്ക് ചില പ്രത്യേക പാപമേഖലകളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിലേക്ക് ആഞ്ഞടിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി. എല്ലാവരും ഭർത്താവ് മദ്യപിക്കാത്ത ആളുകൾ മദ്യപാനത്തിലേക്ക് ആഞ്ഞടിക്കണമെന്ന് പറയണ്ട. നിങ്ങളുടെ പ്രശ്നം എന്താണോ അത്.
പ്രാർത്ഥന അതുപോലെ എഴുതിക്കൊണ്ട് പോയിട്ട് ഇന്നുവരെയും മദ്യഷാപ്പിലേക്ക് നോക്കിയിട്ട് പോലും ഇല്ലാത്ത കെട്ടിയവൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് ചൊല്ലരുത്, അങ്ങേർക്ക് ഓൾറെഡി എന്നോട് പിണക്കമാണ്, ഇനി നിങ്ങൾ ആ പിണക്കം കൂട്ടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി എൻ്റെ മകൻ്റെ അനുസരണക്കേടിലേക്ക്, എൻ്റെ മകൻ്റെ പള്ളിയിൽ പോകാത്ത സ്വഭാവത്തിലേക്ക് ആഞ്ഞടിക്കണമേ, അല്ലെ എൻ്റെ മകളുടെ തെറ്റായ ബന്ധത്തിലേക്ക് ആഞ്ഞടിക്കണമേ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ആ ദുശീലം അയാളുടെ, അവളുടെ, അദ്ദേഹത്തിൻ്റെ, ആ സഹോദരിയുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. അതെങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ചൊരു ഫോർമുലയൊന്നുമില്ല, ഈ നിയോഗം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ, എന്താണോ എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് അത് എടുത്തു മാറ്റണമേ. അപ്പോൾ 10 പ്രാവശ്യം പിതാവിനും പുത്രനും ചൊല്ലിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി. മനസ്സിലായോ? ആയി, ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും 10 പ്രാവശ്യം ചൊല്ലണം. എന്ത്? പിതാവിനും പുത്രനും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ചൊല്ലണം. വീണ്ടും 10 പ്രാവശ്യം ചൊല്ലണം. എന്ത്? പിതാവിനും പുത്രനും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവേ. അങ്ങനെ 10 സൈക്കിള് കഴിയുമ്പോൾ 100 അല്ലേ? പിന്നെ അവസാനം ഒരു പിതാവിനും പുത്രനും ചൊല്ലി നിർത്തണം. അപ്പം 101 101 പിതാവിനും പുത്രനും. ഇതിനിടയ്ക്ക് 10 തവണ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ തമിഴ്നാട് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്ത്, അവിടെ നേവിയുടെ പട്ടാളക്കാരുടെ ഓഫീസുണ്ട്, ഈ ഒരു വലിയ ഏരിയ ഉണ്ട്. അപ്പം അവിടെ തമിഴ്നാട്ടിൽ നിന്നും സ്ഥലം മാറി എത്തിയ ഒരു സഹോദരി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം, തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന് തമിഴിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തമിഴിൽ പ്രാർത്ഥന പറഞ്ഞാൽ അറിഞ്ഞൂടാ, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥന പറയാൻ ചേച്ചിക്ക് മനസ്സിലാവുമോ? അപ്പോൾ എനിക്ക് കൊഞ്ചം മലയാളം തരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ പ്രാർത്ഥന, പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ, മദ്യപാന ആസക്തി എടുത്തു മാറ്റണമേ, മദ്യപാനം ഒരു അലർജിയാക്കി മാറ്റണമേ എന്ന് പറഞ്ഞു കൊടുത്തു. ചേച്ചി പോയി, ഫോൺ വെച്ചിട്ട് പോയി. കുറേ കാലം കഴിഞ്ഞ്, 1-2 കൊല്ലം കഴിഞ്ഞിട്ടാവും, ആ സഹോദരി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജ്ഞാപകം ഇരിക്കതാ ജ്ഞാപകം. അപ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. തമിഴ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെയാ പട്ടാളക്കാരൻ്റെ ഭാര്യയല്ലേ? അതെ. ഇപ്പം എന്താണ്? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നില്ലേ പ്രാർത്ഥന, ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഒരു 4-5 മാസം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ബാത്റൂമിൽ തെന്നി വീണു. ഇത് തെന്നി വീഴാനുള്ള പ്രാർത്ഥന അല്ലായിരുന്നല്ലോ. അപ്പോൾ അവരെന്നോട് പറയാണ്, എൻ്റെ ഭർത്താവ് ബാത്റൂമിൽ തെന്നി വീണ് 2 കാലും ഒടിഞ്ഞു. ദൈവമേ, പിതാവിനും പുത്രനും ചൊല്ലിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ബാത്റൂമിൽ തെന്നി വീണ് കാലൊടിഞ്ഞിട്ട് കിടപ്പിലായി. അങ്ങനെ 2 മാസം കിടന്നു. അച്ഛാ, എനിക്ക് പറയാനുള്ളത് അത്ഭുതമേ. ഈ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് 2 മാസം കിടന്ന് അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാല് ശരിയായി, സ്വഭാവവും ശരിയായി. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എന്നേക്കുമായി ദൈവം എടുത്തു മാറ്റി. ഹല്ലേലൂയ. ഇത് ഒത്തിരി ഒരുപാട് അനുഭവങ്ങൾ. അതുകൊണ്ട് ചേട്ടന്മാരിപ്പോൾ എന്നെ പ്രാകരുത്, നിങ്ങളുടെ കാലൊടിയത്തൊന്നുമില്ല. ഇത് വേറെ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞ് കിടന്നപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് കാലൊടിഞ്ഞോന്നുമല്ല, ഇന്ന് തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ചില ചേച്ചിമാർ ഈ പ്രാർത്ഥന എഴുതുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു കൂടോത്രം പോലെ ഉപയോഗിക്കാൻ പാടില്ല ഈ പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പ്രാർത്ഥനയാണ്, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും എപ്പോൾ പിതാവിനും പുത്രനും ചൊല്ലിയാലും
ത്രിയേക ദൈവത്തെ ആരാധിക്കുകയാണെന്ന് ഓർക്കണം. അത് ശക്തമായ പ്രാർത്ഥനയാണ്, ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥന. രണ്ടാമത്തേത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ വീഡിയോ ഇട്ടതിൻ്റെ കലാപം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവും സഭയിലെന്ന് ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും എനിക്ക് സന്തോഷമായി. കാരണം പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ലെന്ന് പിശാച് പല സന്ദർഭങ്ങളിലൂടെ തെളിയിക്കുമ്പോൾ നമുക്കതൊരു ആവേശമാണ്. പ്രാർത്ഥിക്കാൻ ഒരാവേശം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സഭയിലെ എല്ലാ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഞാൻ ആ പ്രാർത്ഥന മാത്രമായിട്ട് 5 ദിവസത്തെ ധ്യാനം നടത്തിയിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ധ്യാനം കൂടണമെങ്കിൽ അത് ഫാദർ ഡാനിയൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ പോയാൽ മതി. അതിനകത്ത് സ്വർഗസ്ഥനായ പിതാവേ ധ്യാനം കിടപ്പുണ്ട്, 5 ദിവസത്തെ ധ്യാനം. അപ്പോൾ ഇത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ഒറ്റ പ്രാർത്ഥന കൊണ്ട് 5 ദിവസം ധ്യാനം നടത്തിയിട്ടുണ്ട്. വലിയ പ്രാർത്ഥനയാണത്. വിശ്വാസ പ്രമാണം അതിശക്തമായ പ്രാർത്ഥനയാണ്. പിതാവിനും പുത്രനും അതിശക്തമായ പ്രാർത്ഥനയാണ്. കരുണയുടെ ജപമാല അതിശക്തമായ പ്രാർത്ഥനയാണ്. കുരിശിൻ്റെ വഴി അതിശക്തമായ പ്രാർത്ഥനയാണ്. അതിശക്തമായ പ്രാർത്ഥന. ഞാൻ 2011-12 കാലത്ത് ഒരു ഇടവകയിലിരിക്കുമ്പോൾ ആ ഇടവകയിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് പ്രയാസത്തോടെ ഇങ്ങനെ പറയും, അച്ഛാ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഞാനാണെങ്കിൽ തൊട്ടടുത്ത ഇടവക, എൻ്റെ ഇടവക സാമാന്യം വലിപ്പമുള്ളൊരു ഇടവകയാണ്. അതുപോലെ തന്നെ വലിയ വലിപ്പമുള്ള മറ്റൊരു ഇടവക എൻ്റെ അയൽപക്കത്തുണ്ട്. അപ്പോൾ ഞാൻ ആ ഇടവകയിൽ ചെല്ലുമ്പോൾ ആ അച്ഛന് ഒന്നാമതേ നെഞ്ചുവിരിവ് വളരെ കൂടുതലാണ്. നെഞ്ചളവ് നല്ല കൂടുതലുള്ള അച്ഛനാണ്. സ്വാഭാവികമായിട്ട് തന്നെ എന്നെക്കാളും നല്ല നെഞ്ചുവിരിവുള്ള അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ ഒന്നുകൂടെ നെഞ്ചു വിരിച്ചിട്ട് പറയും, എന്താ പറയുന്നതെന്നറിയോ, കല്യാണം നടത്തിയിട്ട് എനിക്ക് ഇരിക്കാൻ സമയമില്ല എന്ന് പറയും. അപ്പോഴൊക്കെ എനിക്ക് വേദനയാണ്. കാരണം എൻ്റെ ഇടവകയിൽ ഒരുത്തനും കെട്ടുന്നുമില്ല, കല്യാണം നടക്കുന്നുമില്ല. ഓരോ തവണ ഈ പള്ളിയിൽ ചെല്ലുമ്പോഴും അച്ഛൻ ഇങ്ങനെ നെഞ്ചു വിരിച്ചത് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വിഷമം പറയും, ദൈവമേ എൻ്റെ ഇടവകയിലെ ആളുകളുടെ കല്യാണം നടക്കുന്നില്ല. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എനിക്ക് എങ്ങനെ ഒരു പ്രേരണ തന്നു, ഇടവക്കാരോട് പറയുക, അതായത് ഇഷ്ടം പോലെ കലാപവും പ്രയാസവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നിൻ്റെ ആളുകൾ. അവരോടൊന്ന് മനസ്സഭിക്കാൻ പറയുക. എന്നിട്ട് ഈ കല്യാണം നടക്കാത്ത മാതാപിതാക്കന്മാർ എല്ലാം കൂടി ദേവാലയത്തിൽ വന്നിട്ട് ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കുരിശിൻ്റെ വഴി നടത്താൻ പറയുക. ദൈവം സംസാരിച്ചായതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നിയില്ല. ഞാൻ നേരെ ചെന്നിട്ട് ഞായറാഴ്ച ദിവസം ഇത് അനൗൺസ് ചെയ്തു. വിവാഹം നടക്കാത്ത മാതാപിതാക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്, അപ്പോൾ എല്ലാവരും ഉറങ്ങിയിരുന്ന് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം എഴുന്നേറ്റ്, കല്യാണം നടക്കുന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞതേ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ കല്യാണം നടക്കാത്ത ചെറുപ്പക്കാർ ഇവിടെ വരിക, ചെറുപ്പക്കാർ ഇവിടെ ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർ വരിക, വന്നിട്ട് 30 ദിവസം കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അച്ഛൻ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം നടക്കാനില്ല, ഞാൻ എന്തിനാ വരുന്നത്, നിങ്ങളുടെ പിള്ളേർക്കല്ലേ കല്യാണം നടക്കണം, എനിക്ക് കല്യാണം നടക്കാനില്ലല്ലോ, അപ്പോൾ ഞാൻ വരില്ല, നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ല, അച്ഛൻ വന്ന് നേതൃത്വമൊന്നുമില്ല, നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ ജൂൺ മാസം 1-ാം തീയതി മുതൽ ആ മാസാവസാനം വരെ ഇവരെല്ലാവരും വന്നിട്ട്, അതായത് ഒന്നുകിൽ ചെറുപ്പക്കാർ വരും, ചെറുപ്പക്കാർ നാട്ടിലില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ വരും, വന്ന് 30 ദിവസം മുടങ്ങാതെ കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിച്ചു. എൻ്റെ ഇടവകയിൽ 35-40 വയസ്സൊക്കെ ആളുകളുണ്ടായിരുന്നു, കല്യാണം കഴിക്കാത്തവർ. കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ മറ്റേ നെഞ്ചളവുള്ള അച്ഛൻ എന്നെ ഇങ്ങനെ പ്രകോപിപ്പിക്കുമ്പോഴെല്ലാം ഞാൻ വന്നിട്ട് യുവമാരോട് ചോദിക്കും, നിനക്കൊക്കെ നാണമില്ലേ? ഞാനൊരച്ഛൻ കല്യാണം കെട്ടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, കെട്ടിക്കാൻ, പക്ഷെ എന്നിട്ട് നിങ്ങളെന്താ കെട്ടാത്തത്? അപ്പോൾ അതിൽ ഈ 38-39 വയസ്സൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനൊരു 10-40 പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, 40 പേരെ എനിക്ക് ഇഷ്ടപ്പെട്ടു, 40നെയും കെട്ടാൻ ഞാൻ തയ്യാറായിരുന്നു, ഒന്നിച്ചു വേണേലും കെട്ടാം.
പക്ഷെ 40 എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാപ്പിയും ചായയും കുടിച്ച് ഈ ചിപ്സും ബിസ്ക്കറ്റും തിന്ന് എൻ്റെ കൊളസ്ട്രോൾ കൂടിയതല്ലാതെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛാ കല്യാണം നടക്കണ്ടേ, ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കുരിശിൻ്റെ വഴിക്ക് വരാൻ പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ കല്യാണം ഉൾപ്പെടെ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച എല്ലാ മാതാപിതാക്കന്മാരുടെയും എല്ലാ ചെറുപ്പക്കാരുടെയും കല്യാണം ആ വർഷം ഡിസംബർ 27 മുമ്പായി കൂട്ടക്കല്യാണങ്ങൾ നടന്ന് ആ ഇടവകയിൽ അല്ല. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കണ്ടോ, കുരിശിൻ്റെ വഴി പ്രാർത്ഥന, അതിന് ശക്തിയുണ്ട്. കരുണയുടെ ജപമാല. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ അടുത്ത് മർത്തോമ സഭയിൽപ്പെട്ട ഒരു അപ്പനും അമ്മയും ഒരു ഞായറാഴ്ച ഞാൻ ഇടവക പള്ളിയിൽ കുർബാന കഴിഞ്ഞ് തിരിച്ച് ധ്യാനകേന്ദ്രത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചയും കരഞ്ഞുകൊണ്ട് ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ കണ്ണുനീരോടെ നിന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ മകള് ഇറങ്ങിപ്പോയി. 3 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എൻ്റെ മകള് വേറൊരു കുടുംബത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മരുമകൻ പാവമാണ്, എൻ്റെ അവളുടെ കുഞ്ഞുങ്ങളും പാവമാണ്, എൻ്റെ മകളും പാവമാണ്, പക്ഷെ അവളിപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണം? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, കരുണക്കൊന്ത ചൊല്ലാൻ അറിയാവോ? കരുണക്കൊന്ത ചൊല്ലാൻ. അപ്പം അതുങ്ങൾ പറഞ്ഞു, അയ്യോ അങ്ങനെ അറിഞ്ഞുകൂടാ, അതെന്നാ കരുണക്കൊന്ത? അപ്പം ഞാൻ അവിടുന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകം എടുത്തിട്ട് അതിനകത്ത് കരുണയുടെ ജപമാല കാണിച്ചു കൊടുത്തിട്ട് ആ കരുണക്കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ 1000 കരുണക്കൊന്ത മകൾക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കുക. അപ്പനും അമ്മയ്ക്കും വേറെ ജോലിയൊന്നുമില്ല, വീട്ടിൽ വേലക്കാരൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പം മാതാപിതാക്കന്മാരെന്ത് ചെയ്യണം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ട് ഒരു 10-20 കരുണക്കൊന്ത ഒരു ദിവസം അങ്ങ് ചൊല്ലണം. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. മകളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ, മരുമകനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാതെ, ഇനി ബാക്കി എല്ലാ ആളുകളുടെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കാതെ ഒന്നും ചെയ്യണ്ട. വെറുതെ ഇരുന്ന് കരുണക്കൊന്ത ചൊല്ലി കരുണ കർത്താവേ കരുണയാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുങ്ങളിരുന്ന് 1000 കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. 1000 കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് അത് തീരുന്നതിന് മുമ്പ് ഈ മാതാപിതാക്കന്മാർ ധ്യാനകേന്ദ്രത്തിലെത്തി. എത്തുമ്പോൾ അവരുടെ കൂടെ അവരുടെ മകളുണ്ടായിരുന്നു. ആ മകളെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവർ പറയേണ്ടത് ഇത് അവിശ്വസനീയമായിരിക്കുന്നു. എന്താണ്? 1000 കരുണക്കൊന്ത ചൊല്ലി തീർക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മകള് ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്ക് തിരിച്ചു വരണം. പക്ഷെ തിരിച്ചു വരണമെങ്കിൽ ഡാനിയലച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വരുത്തുള്ളൂ. എന്നെ വെക്ക് അങ്ങനെ അറിയാം, എന്നെ അറിഞ്ഞൂടെ വെക്ക്. അപ്പൊ എനിക്ക് അത്ഭുതമായി. ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താണ് ഡാനിയലച്ഛൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞത്? അവൾ പറയുകയാണ്, അച്ഛാ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും തീരുമാനം എടുത്താൽ പോയത്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ പോയത്. പോയി കുറേ ദിവസം കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ യൂട്യൂബ് തുറന്നാൽ ഡാനിയലച്ഛൻ മാത്രമാണ് കയറി വരുന്നത്. ഡാനിയലച്ഛൻ വരികയാണ് കയറി. ഞാൻ ഈ അച്ഛനെ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടെ ഏത് അച്ഛനാണെന്ന്. ഞാനിങ്ങനെയുള്ള ഒരു വകയും കണ്ടിട്ടുള്ള ആളല്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ബുദ്ധമരങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഡാനിയലച്ഛൻ കയറി വരിക. അങ്ങനെ വചനം കേട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് അച്ഛൻ്റെ വചനമാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ ഒരു ആശീർവാദം വാങ്ങിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ വന്ന് ഈ 1000 കരുണക്കൊന്ത അപ്പനമ്മമാർ ചൊല്ലി തീർക്കുന്നതിന് മുമ്പ് മകൾ അവിടെ എത്തി ആശീർവാദം വാങ്ങി തിരിച്ചു പോവുകയും പിന്നീട് ഞാൻ അവൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൊരു കൺവെൻഷന് പോകുമ്പോൾ ഈ ഭർത്താവും ഭാര്യയും 3 കുഞ്ഞുങ്ങളും കൂടി വന്ന് അനുഗ്രഹം വാങ്ങിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഇതാണ് കരുണയുടെ ജപമാല. എല്ലാ പ്രാർത്ഥനയും നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രാർത്ഥനയെക്കാളും ശക്തിയുണ്ട് എന്ന വിധത്തിൽ വിചാരിക്കരുത്. തിരുസഭയിൽ ദൈവമക്കൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള സകല പ്രാർത്ഥനകളും ശക്തിയുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു എന്നുള്ളതിനകത്താണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഏത് പ്രാർത്ഥന ദൈവജനത്തോട് ചൊല്ലാൻ പറഞ്ഞാലും
അതിനെല്ലാം ശക്തിയുണ്ട്. ചില ആളുകൾ ചോദിക്കുക, അതെന്താണ് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ പറഞ്ഞത്, സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലാൻ പറഞ്ഞൂടെ, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞൂടെ? അവരോടൊന്നും നമുക്കൊരു കലഹവും ഇല്ല. ഏത് പ്രാർത്ഥന ചൊല്ലിയാലും അതിന് ശക്തിയുണ്ട്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ദൈവം എന്ത് ചെയ്യും, ചില പ്രാർത്ഥനകൾ ചൊല്ലാൻ പ്രേരണ തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അതൊക്കെ അത് നമ്മൾ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ ഒന്നും ചോദ്യം ചെയ്യാൻ നിൽക്കാതിരിക്കാനാണ് നല്ലത്. എന്ത് ചെയ്യുക, അത് ദൈവം അങ്ങനെ പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ വില എന്താണ്, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പൊ ചൊല്ലാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, അങ്ങയോടുകൂടെ. ആര് ആരോട് പറഞ്ഞു? ഇത് ആര് ആരോട് പറഞ്ഞു? ആര് ചൊല്ലിയാങ്ക? ആര് പറഞ്ഞു? എന്തോ കേട്ടില്ല. ഗബ്രിയേൽ മാലാഖ ആരോട് പറഞ്ഞു? പരിശുദ്ധ കന്യകാമാതാവിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ. ഗബ്രിയേൽ മാലാഖ. മാലാഖ എന്ന വാക്കിന്റെ അർത്ഥം മെസഞ്ചർ, സന്ദേശവാഹകൻ. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വന്നാൽ കത്തിൻ്റെ ഉള്ളടക്കം പോസ്റ്റ്മാൻ എഴുതിയതല്ല, കത്തയച്ച ആൾ എഴുതിയതാണ്. പറഞ്ഞ വല്ല മനസ്സിലായോ? ഇപ്പോൾ കത്തില്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കത്ത് വരുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്ന് ധ്യാനകേന്ദ്രങ്ങളായിരിക്കും കത്തുകൾ വരുന്നത്. നമുക്ക് കത്ത് വരാറുണ്ട് ഇപ്പോഴും. തെറി വിളിച്ചുകൊണ്ടുള്ള കത്തുകൾ, ചീത്ത വിളിച്ചുകൊണ്ടുള്ള കത്തുകൾ, ഊമക്കത്തുകൾ. അപ്പം അങ്ങനെ ഈ കത്തയക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക, പണ്ട് കേരളത്തിലെ ഒരു 20 കൊല്ലം മുമ്പുള്ളൊരു പശ്ചാത്തലം പറഞ്ഞാൽ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് കത്തെഴുതുന്നു. ഈ കത്ത് വരാൻ വേണ്ടി ഭാര്യ, ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത കാലമല്ലേ, അപ്പം അന്ന് ഈ കത്ത് വരാൻ വേണ്ടി ഭാര്യ കാത്തിരിക്കും. അപ്പോൾ പോസ്റ്റ്മാനെ കാത്തിരിക്കും ഭാര്യ. പോസ്റ്റ്മാനെ കാണാനാണോ? ആണോ? അല്ല, പോസ്റ്റ്മാനെ കാണാനല്ല, മറിച്ച് ഈ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന കത്ത് ഭാര്യ കാത്തിരിക്കും. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുത്ത കത്ത് പൊട്ടിച്ചു വായിക്കുമ്പോൾ ഒരിക്കലും ഒരു ഭാര്യ ചിന്തിക്കത്തില്ല, അയ്യോ പോസ്റ്റ്മാൻ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നെന്ന് ചിന്തിക്കില്ല. പോസ്റ്റ്മാൻ അല്ല ഇത് എഴുതിയത്, ഇത് എഴുതിയതാരാണ്? ഭർത്താവാണ് ഇത് എഴുതിയത്. അപ്പോൾ സന്ദേശവാഹകൻ ഒരു സന്ദേശം കൊണ്ടുവരുമ്പോൾ അത് സന്ദേശവാഹകന്റെ വാക്കുകളല്ല, സന്ദേശം അയച്ച ആളുടെ വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ എന്ന വാക്കുകൾ ഗബ്രിയേലിന്റെ വാക്കുകളല്ല, മറിച്ച് പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആരംഭ വാക്കുകൾ പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ്. സംശയമുണ്ടോ? ഇല്ല. പിതാവായ ദൈവം പറഞ്ഞ വാക്ക് നമ്മൾ പറയാൻ നമുക്ക് മടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പന് പറഞ്ഞ മക്കൾക്ക് അപ്പം പറഞ്ഞതൊക്കെ പറയുന്നതിന് അഭിമാനമേ ഉള്ളൂ. അത് അപ്പന് പറക്കണം. അപ്പന് പറഞ്ഞാൽ അപ്പം പറഞ്ഞ വാക്കുകൾ പറയാൻ മക്കൾക്ക് സന്തോഷമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ എന്താന്ന് ഉറക്കെ പറഞ്ഞേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. ഇതാരുടെ വാക്കുകളാണ്? ഇത് പിതാവായ ദൈവം അരുളി ചെയ്ത വാക്കുകളാണ്. ശ്രദ്ധിക്കുക, ഇത് പിതാവ് അരുളി ചെയ്തത് രക്ഷയുടെ, പുതിയ നിയമത്തിലെ രക്ഷയുടെ ആരംഭവാക്കുകളായിട്ടാണ്. ഇത് രക്ഷാകര സംഭവത്തിലെ പുതിയ നിയമ രക്ഷ അനാവരണം ചെയ്യപ്പെടുമ്പോൾ, ആ തിരശീല തുറക്കുമ്പോൾ, ആ യവനിക ഉയരുമ്പോൾ പിതാവായ ദൈവം അരുളി ചെയ്ത രക്ഷയുടെ ആരംഭവചസ്സുകളാണ്. ഇത് സാത്താന്റെ സാമ്രാജ്യത്തെ ഞെട്ടിവിറപ്പിച്ച വാക്കുകളാണ്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ. ഇത് പിതാവിന്റെ വാക്കുകളാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തെന്താ? സ്ത്രീകളിൽ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദയഫലമായ കർത്താവ് ഈശോ മിശിഹ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആരോട് പറഞ്ഞു? ഇതാരോട് പറഞ്ഞു? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ആരോട് പറഞ്ഞു? യേശുവോ? എലിസബത്ത്, എലിശുബ പുണ്യവതി എലിസബത്ത് ആരോട് പറഞ്ഞു? പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? അതാ എപ്പോൾ പറഞ്ഞെന്നറിയാമോ? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. എലിസബത്ത് എങ്ങനെ ഉദ്ഘോഷിച്ചു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ.
ഞങ്ങളുടെ ഒരു വികാരി അച്ഛൻ്റെ അടുത്ത്, ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അടുത്ത്, ഒരു ഇടവകയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് ഒരു ഇടവക്കാരൻ ചേട്ടൻ കള്ളു കുടിച്ചിട്ട് വെളിവില്ലാതെ പൂസായിട്ട് അച്ഛൻ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റിൽ വന്ന് നിന്നിട്ട് അച്ഛനെ ഭയങ്കര തെറി, കൊടുങ്ങല്ലൂർ ഭരണിയുടെ തെറിയേക്കാളും വലിയ തെറി. നിങ്ങൾക്കൊക്കെ കണ്ട അടുത്തല്ലേ അത് കൊടുങ്ങല്ലൂർ അല്ലേ? ഒന്നും അറിയാത്ത പോലെ. അപ്പൊ ഭയങ്കര പൂരപ്പാട്ട്. തെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറി. ഇംഗ്ലീഷിൽ 1-2 വാക്കേ ഉള്ളൂ തെറി. മലയാളത്തിൽ ആ മുതൽ ഇക്ഷ വരെയുള്ള എല്ലാ അക്ഷരം വെച്ചും തീത്തയുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര തെറി. അപ്പം അച്ഛൻ എന്നാ ചെയ്യാരെന്നറിയാമോ? അപ്പോൾ ഒരു പാവപ്പെട്ട നാട്ടിൻപുറത്തെ വികാരിയച്ഛനാണ്, പാവ അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ നല്ല കപ്പ, മരച്ചീനി, ടപ്പിയോക്ക, ഇവിടെ എന്തായാലും പറയുന്നത് കൊള്ളി. അപ്പോൾ അച്ഛൻ അതിങ്ങനെ നല്ല ഈ കപ്പ പുഴുങ്ങിയിട്ട് നല്ല കാന്താരിയൊക്കെ ഉടച്ച് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി അച്ഛൻ ഇങ്ങനെ 4 മണിക്ക് കപ്പയൊക്കെ തിന്നിങ്ങനെ നല്ല ഉഷാറായിട്ടിരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് ഭയങ്കര തെറി. അപ്പം അച്ഛനിങ്ങനെ കപ്പ തിന്നും, ഇവനെ ശ്രദ്ധിക്കും. വീണ്ടും കപ്പ തിന്നും, അവനെ ശ്രദ്ധിക്കും. പിന്നെ 2 കപ്പയുടെ ഇടും, തിന്നും, തെറി ശ്രദ്ധിക്കും. അപ്പം ഈ തെറി വിളിക്കാൻ വന്നവൻ മടുത്തു. കാരണം അച്ഛൻ കപ്പ തിന്നുന്നല്ലാതെ യാതൊരു പ്രതികരണവും ഇല്ല അച്ഛൻ്റെ ഭാഗത്ത്. ഇങ്ങനെ ശ്രദ്ധിക്കും, 2 കപ്പയുടെ തിന്നും. ഇങ്ങനെയൊക്കെ വികാരിച്ചമാരുണ്ട്, നിങ്ങൾ പെട്ടുപോത്തേ ഉള്ളൂ. അപ്പം അച്ഛൻ കപ്പ തിന്നും, ശ്രദ്ധിക്കും, 2 തെറി, 2 കപ്പ, 2 തെറി. അപ്പം ഇവൻ നിന്ന് മടുത്ത്, അവൻ തെറിയുടെ ഗ്രേഡൊക്കെ കൂടിയിട്ട് അച്ഛൻ നിർത്തുന്നേ ഇല്ല. അച്ഛൻ കപ്പ തിന്നോണ്ടിരിക്കും. അപ്പം അവസാനം ഇവൻ മടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ നേരെ ഇവനോട് പറഞ്ഞു, ഡാ അന്തപ്പാ. അപ്പൊ ആ തെറി വിളിച്ചവന്റെ പേരാണ് അന്തപ്പൻ. അന്തപ്പാ, ഓ നീങ്ങി വാ. അപ്പൊ അവൻ വിചാരിച്ച് തല്ലാൻ വല്ലതും ആണോ, ഇനി കപ്പയൊക്കെ തിന്ന് നല്ല ആരോഗ്യമായിട്ട് തല്ലാൻ വല്ലതും ആണെന്ന് വിചാരിച്ചിട്ട് അവൻ എന്താണെന്നറിയാൻ വേണ്ടി, എന്താ 2 കപ്പ എന്നിട്ട് പോടാ. അപ്പൊ ഇവൻ അത്ഭുതമായി കേട്ടോ, അത്ഭുതമായി പോയി. 2 കപ്പ എന്നിട്ട് പോടാ. അവൻ നേരെ വന്ന് അച്ഛൻ പാത്രം കൊടുത്ത് പാത്രത്തിനകത്ത് 2 കപ്പയിട്ട് അവൻ കാന്താരി ഉടച്ച് കപ്പയും നിന്നിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു കാര്യം ശ്രദ്ധിച്ച്, അന്നംകുട്ടി അബ്രഹാം ഈ പന്തലിലുണ്ടെങ്കിൽ പന്തലിൻ്റെ മുമ്പിലേക്ക് പോവുക. അവിടെ ഹസ്ബൻഡ് അവിടെ ഒരു അത്യാവശ്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്നക്കുട്ടി അബ്രഹാം പയ്യപ്പള്ളി പുറകിലേക്ക് ചെല്ലുക കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇയാൾ ഇത് കേട്ടിട്ട് ഈ ഈശോ മിശിഹായ്ക്ക് സ്തുതിയും പറഞ്ഞിട്ട് തിരിച്ചുപോയി. അപ്പം അച്ഛനോട്, ആ വികാരി അച്ഛനോട് അടുത്ത് നിന്നൊരു ചേട്ടൻ ചോദിച്ചു, അച്ഛാ എൻ്റെ അച്ഛൻ ഇത്രയും തെറി വിളിച്ചിട്ടും അച്ഛൻ എന്തിനാണ് അച്ഛാ അവനെ ഒരു വാക്ക് പോലും തിരിച്ച് പറയാതെ, ഒരു വഴക്കെങ്കിലും പറയാതെ അവന് കപ്പയും കൊടുത്തിട്ട് വിട്ടത്? ഉടനെ അച്ഛൻ പറയുകയാണ്, എടാ അവനെ അന്തപ്പനെ നമുക്കറിയാവുന്നല്ലേ, അവൻ പാവമാണ്. ഇപ്പൊ ഈ തെറിയെല്ലാം വിളിച്ചത് കള്ളിൻ്റെ പുറത്താണ്. എന്താ ഈ തെറിയെല്ലാം വിളിച്ചത്? മദ്യലഹരിയിലാണ്, മദ്യത്തിൻ്റെ ലഹരിയിലാണ്, മദ്യം നിറഞ്ഞിട്ടാണ്, മദ്യത്താൽ നിറഞ്ഞിട്ടാണ്. എല്ലാം മനസ്സിലായോ? മദ്യപിച്ചിട്ടൊരാള് നിയന്ത്രണം വിട്ടൊരു കാര്യം പറയുമ്പോൾ സുബോധമുള്ളവർ പറയും അത് കാര്യമാക്കണ്ട, അത് മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മദ്യത്തിനും പരിശുദ്ധാത്മാവിനും ഇംഗ്ലീഷിൽ ഒരു വാക്കാണ്, ആ വാക്ക് സ്പിരിറ്റ് എന്നാണ്. എന്താണ് സ്പിരിറ്റ്? മനസ്സിലായല്ലോ. ഈ സ്പിരിറ്റിനെ ബൈബിളിൽ പാരലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു സ്പിരിറ്റ് കുടിക്കരുത്, മറ്റേ സ്പിരിറ്റ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ബൈബിളിലൊരു വചനമുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് നിങ്ങൾ ഒരു സ്പിരിറ്റ് അടിച്ച് ബൂസാവരുത്, വേറെ സ്പിരിറ്റ് അടിച്ച് ബൂസാവണം എന്ന് ബൈബിളിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഞാൻ വായിക്കാം, കേട്ടാൽ മതി. ഇനി അതൊന്നും എഴുതിയെടുത്തില്ലെങ്കിലും കുഴപ്പം. എഴുതിയെടുത്ത നല്ല വചന. എഫേസോസ് 5:18 നിങ്ങൾ കേട്ടോ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് പൂസാവരുത്, ഉന്മത്തനാവരുതെന്ന് പറഞ്ഞാൽ പൂസാവരുത്. നിങ്ങൾ വീഞ്ഞു കുടിച്ച്, നിങ്ങൾ മദ്യപിച്ച്
പൂസാവരുത്, മദ്യപിച്ച് മദ്യലഹരിയിലാവരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ. മനസ്സിലായല്ലോ? ആൽക്കഹോളിക് സ്പിരിറ്റ് അടിച്ച് പൂസാവരുത്, ഹോളി സ്പിരിറ്റ് അടിച്ച് പൂസാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണത്. ആ കോൺട്രാസ്റ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മദ്യത്തിനും പരിശുദ്ധാത്മാവിനും ഒരേ വാക്കാണ്. എന്താണ് ആ വാക്ക്? സ്പിരിറ്റ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാര് പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവ് നിറഞ്ഞ് വിവിധ ഭാഷകൾ സംസാരിക്കുമ്പോൾ കണ്ടുനിന്ന ആളുകൾ പറഞ്ഞത് ഇവന്മാര് രാവിലെ 9 മണിക്ക് കുടിച്ച് പൂസായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. കാരണം ഈ ആത്മാവ് നിറഞ്ഞവനെയും കള്ളു കുടിച്ചവനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ആത്മാവ് നിറഞ്ഞവനും ആടും, കള്ളു കുടിച്ചവനും ആടും. ആത്മാവ് നിറഞ്ഞവനും പാടും, കള്ളു കുടിച്ചവനും പാടും. അതാണ് കള്ളുഷാപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഗാനാലാപനം പാടില്ല. കാരണം അടിച്ചു കഴിഞ്ഞാൽ പാട്ട് തന്നെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സ്പിരിറ്റ് അടിക്കരുത്, മറ്റേ സ്പിരിറ്റ് അടിക്കണം. ഏത്? ഹോളി സ്പിരിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മദ്യലഹരിയിൽ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് മദ്യത്തിൻ്റെ പുറത്താണ് എന്ന് പറയാം. അതിൻ്റെ ഉത്തരവാദിത്വം മദ്യത്തിനാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരു കാര്യം ഉദ്ഘോഷിച്ചു. അത് എലിസബത്തിന്റെ വാക്കുകളല്ല. പറ, പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. തർക്കമുണ്ടോ? അത് എലിസബത്തിന്റെ വാക്കുകളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ എന്നുള്ളത് പിതാവിന്റെ വാക്കുകളാണെങ്കിൽ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണ്. സംശയമുണ്ടോ? അത് പറയാൻ നിങ്ങൾക്ക് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പിതാവ് പറഞ്ഞ വാക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കും. ഇനി പിതാവും പരിശുദ്ധാത്മാവും ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കൃപ നിറഞ്ഞ മറിയമേ നീ നിനക്ക് സമാധാനം, കർത്താവ് നിന്റെ കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം. ആരെക്കുറിച്ചാണ്? അത് പുത്രനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട്, പിതാവും പരിശുദ്ധാത്മാവും, പിതാവ് പറഞ്ഞത് പുത്രൻ ജനിക്കാൻ പോകുന്നുവെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഈ പുത്രൻ അനുഗ്രഹീതനാണെന്നും ആണോ? അപ്പൊ പിതാവും പരിശുദ്ധാത്മാവും പുത്രനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ രക്ഷയുടെ വാക്കുകളാണ്, രക്ഷാകര വചനങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗം ത്രിയേക ദൈവം അരുളി ചെയ്ത വചനമാണ്. ഒരു വചനം ഞാൻ വായിക്കാം. 2 പത്രോസ് 1 പത്രോസ് 1 അധ്യായം 2 പത്രോസ് 1 അധ്യായം 20-21. 2 പത്രോസ് 1 അധ്യായം 20-21. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കണം. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തെന്നാൽ, കേട്ടെ, പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപപ്പെട്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവമക്കൾ സംസാരിച്ചതിന് അപ്പസ്തോലനായ പത്രോസ് വിളിക്കുന്നത് ദൈവവചനം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവമനുഷ്യർ സംസാരിച്ച വാക്കുകളെ പത്രോസ് അപ്പസ്തോലൻ വിളിക്കുന്നത് ദൈവവചനം എന്ന വാക്ക്, പ്രവചനം, ദൈവവചനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഇത് വചനമാണ്. സംശയമുണ്ടോ? പറഞ്ഞോ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ ആരംഭ വാക്കുകളായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവും പരിശുദ്ധാത്മാവും പുത്രനെ കുറിച്ച് അരുളി ചെയ്ത ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവിടെ പിതാവുണ്ടാവും, പുത്രനുണ്ടാവും, പരിശുദ്ധാത്മാവുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ത്രിയേക ദൈവത്തിന് മഹത്വം കിട്ടുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഇനി അടുത്തത് പരിശുദ്ധ മറിയമേ. മറിയത്തെ പരിശുദ്ധ എന്ന് വിളിക്കാൻ പറ്റുമോ? പരിശുദ്ധ മറിയമേ, വിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധ, വിശുദ്ധ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം കൃപ നിറഞ്ഞവൾ എന്ന് സംബോധന ചെയ്തത് പിതാവാണ്. കൃപ നിറഞ്ഞവൾ സമം, കൃപ നിറഞ്ഞവൾ സമം പാപമില്ലാത്തവൾ, കൃപ നിറഞ്ഞവൾ സമം പാപമില്ലാത്തവൾ, കൃപയാൽ സമ്പൂരിതയായവൾ സമം പാപം ഇല്ലാത്തവൾ, പാപമില്ലാത്തവൾ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്?
നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ഇത് ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ തിരുവചനത്തിലെ വാക്കുകളാണ്. അപ്പോൾ ഈ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഇത് പരിശുദ്ധാത്മാവിൽ എലിസബത്ത് സംസാരിച്ചാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഇനി പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഒരു കുഴപ്പമില്ല. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ. അങ്ങനെ പറയാവോ? അങ്ങനെ എന്തിനാ പറയുന്നത്? അങ്ങനെ പറയാവോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാപികളായ മനുഷ്യരോട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥന ചോദിക്കാറുണ്ട്, അത് തെറ്റാണെന്ന് ആരും പറയാറുമില്ല. സിസ്റ്ററിനോട് ആളുകൾ പ്രാർത്ഥന ചോദിച്ചിട്ടില്ലേ? സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പാപിയായ സിസ്റ്ററിനോടും പാപിയായ എന്നോടും പാപികളായ അച്ഛന്മാരോടും പാപികളായ മധ്യസ്ഥ പ്രാർത്ഥനക്കാരോടും ഒക്കെ അനേകം ആളുകൾ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തെറ്റാണോ? അത് തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ പാപമില്ലാത്തവളെന്ന് സ്വർഗം പറഞ്ഞ ഒരാളോട് പ്രാർത്ഥിക്കണേന്ന് പറയുന്നത് തെറ്റാണോ? ആണോ? അല്ല. പറഞ്ഞേ ഹല്ലേലൂയ. മഹാഭാവികളായ മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് തെറ്റല്ലെങ്കിൽ ഒരു പാപമില്ലാത്തവളെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ കന്യകാമാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് തെറ്റല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവം സംസാരിച്ച വാക്കുകൾ, അല്ലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവമനുഷ്യർ സംസാരിച്ച വാക്കുകൾ, ആ വാക്കുകൾ അടങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നിങ്ങൾ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അത് ത്രിയേക ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണ് എന്നാണ് തിരുസഭയുടെ പ്രബോധനം. അത് സഭ അംഗീകരിച്ചൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വലിയ സാന്നിധ്യം സഭയിൽ നിറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ കൊന്തയുടെ ഭാഗമായിട്ട് ചൊല്ലാം, അല്ലാതെ ചൊല്ലാം. ഇനി വെറുതെ നന്മ നിറഞ്ഞ മറിയം മാത്രം ചൊല്ലാം, ഒരു പ്രശ്നമില്ല. അതിനകത്തൊന്നും ഒരു ദൈവശാസ്ത്രപരമായ തെറ്റുമില്ല, അത് വചനവിരുദ്ധമല്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാമോ അത്രയും തവണ ചൊല്ലണം. ആത്മാവിൽ ലഭിച്ച പ്രേരണ അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു ദിവസം 10 ലക്ഷം പേര് 10 നന്മ നിറഞ്ഞ മറിയുമെന്ന് ചൊല്ലിയാൽ 1 കോടി നന്മ നിറഞ്ഞ മറിയും ചൊല്ലി നമുക്ക് സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, പലപ്പോഴും എനിക്ക് ഒട്ടും സമയമില്ലാത്തതുപോലെ ഞാനിങ്ങനെ ഓടി നടക്കുമ്പോൾ, ശാരീരികമായിട്ട് വളരെ അവശത അനുഭവിക്കുമ്പോൾ, മനസ്സ് വളരെ മടുത്തു പോകുമ്പോൾ, ചിലപ്പോൾ കുറേ ഇങ്ങനെ പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും കാരണം ഒരു 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 ശക്തിയില്ലാതെ ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ എളുപ്പത്തിൽ അഭിഷേകത്തിലേക്കും കൃപയിലേക്കും കയറി വരാൻ എന്നെ സഹായിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. ഒരു 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവും. അതെൻ്റെ മാത്രം അനുഭവമല്ല, അതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവം. മടുത്ത് ഞങ്ങൾ ധ്യാനത്തിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ധ്യാനം, ഒരു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ചിലപ്പം പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ മാനുഷികമായിട്ട് ചിലപ്പോൾ ഇനി മടുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. ടയേർഡായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇറിറ്റേഷൻ വരും. ഞാൻ ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഉപവസിക്കുന്ന ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചൂടാവുന്നത്. ശരിയാണോ? ശരിയാത് മനസ്സിലായോ? അതായത് ശരീരം ക്ഷീണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. അത് ശരീരത്തിൽ നിന്ന് വേഗം അന്ന് വരെ പ്രവർത്തിക്കാത്ത ഹോർമോണുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പം അതുകൊണ്ട് നമ്മൾ മടുത്തു കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ആരിശം വരും, ചെറിയ കാര്യത്തിന് ദേഷ്യം വരും, പെട്ടെന്ന് ചൂടാവും. അപ്പം ഈ സമയത്തൊക്കെ നമ്മുടെ കൃപ പൊക്കോണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു സമാധാനം, ദീർഘമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു 3-4 നന്മ നിറഞ്ഞ മറിയം അങ്ങ് ചൊല്ലും. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുന്നത് എൻ്റെ വളരെ എളിമയോടെ ഉള്ളൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നിട്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊള്ളുക. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് ഉച്ചത്തിൽ ഒന്ന് ചൊല്ലാൻ പോവാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പെട്ടെന്ന് ചില വചനങ്ങളിലേക്ക് കടക്കാം.
1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വേഗം വായിക്കാം. 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നോട് വായിക്കാം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അടുത്ത വാക്യം. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. അടുത്ത വാക്യം. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ, യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വളരെ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വാക്കുകൾ വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്ന ഒരു പോരായ്മയായിരുന്നു, അദ്ദേഹത്തിന് വാഗ്വിലാസം ഉണ്ടായിരുന്നില്ല, വാചാലത ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മനോഹരമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് സംസാര പാടവം വളരെ കുറവായിരുന്നു, സംസാരിക്കാനുള്ള കഴിവ് കുറവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര പാടവം കുറവായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സുവിശേഷ പ്രഘോഷണത്തിൽ പലപ്പോഴും ഭയമുണ്ടായിരുന്നു. ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. ഇനി ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കോറിന്തിലെ സഭയിൽ വെച്ചിട്ടാണ്. കോറിന്തിലെ സഭ. ഈ കോറിന്തിലെ സഭയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് അപ്പോസ്തലനായ പൗലോസിന് ഒരു ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം അദ്ദേഹം നേരിട്ട സ്ഥലം ആഥൻസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കോറിന്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ആഥൻസിലാണ് പോയി ശുശ്രൂഷ ചെയ്തത്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 17-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 17-ാം അധ്യായത്തിൽ അദ്ദേഹം ആദ്യം എത്തുന്നത് തെസലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. തുറക്കാതെ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 17-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് എത്തുന്നത് എവിടെയാണ്? തെസലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ ആംഫിപോളിസ്, അപ്പോളോണിയ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസലോനിക്കായിൽ എത്തി. ഇനി തെസലോനിക്കായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ തെസലോനിക്കായിലെ ജനങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ കുറച്ച് പേര് സ്വീകരിച്ചു. പക്ഷെ അവിടെ വെച്ചൊരു പീഡനം ഉണ്ടായി. അപ്പം ആ പീഡനം ഉണ്ടായപ്പോൾ വായിക്കാം 8-ാമത്തെ വാക്യം. ഇത് കേട്ട് കിട്ടിയോ നിങ്ങൾക്ക്? ആക്സ് 17 കിട്ടിയോ? അപ്പോസ്തല പ്രവർത്തനം 17:8 വായിക്കാവോ? ഇത് കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥനായി അവർ ജാസനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു. രാത്രിയായപ്പോൾ 10 രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും പൊറോട്ടയിലോട്ടോ ബെറോയ ഏതാണ്? ബെറോയ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, തെസലോനിക്കായിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അവരെ നേരെ അപ്പസ്തോലന്മാരെ സഹോദരന്മാര് ദൈവജനം നേരെ ബെറോയയിലേക്ക് അയച്ചു. ബെറോയ. ആ ബെറോയയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ബെറോയയിലുള്ള യഹൂദന്മാർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അവർ ദൈവവചനം പരിശോധിച്ചു. പോട്ടെ. ഇനി അവിടെ ചെന്നിട്ട് അവിടെയും പ്രശ്നമുണ്ടായി. വായിക്കാം 13-ാമത്തെ വാക്യം. 17-13. പൗലോസ് ബെറോയയിലും ദൈവവചനം പ്രസംഗിച്ചു എന്ന് തെസലോനിക്കായിലുള്ള യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനങ്ങളെ പ്രകോപിപ്പിച്ച് ഇളക്കി വിട്ടു. ഉടൻ തന്നെ സഹോദരന്മാർ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി. എന്നാൽ സീലാസും തിമോത്തിയോസും അവിടെ തന്നെ താമസിച്ചു. പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ ആഥൻസിൽ കൊണ്ടുചെന്നാക്കി. എവിടെ? ഉറക്കെ പറ. ആഥൻസിൽ കൊണ്ടുചെന്നാക്കി. മതി, എന്നെ ശ്രദ്ധിക്ക്. അപ്പൊ നിങ്ങൾ നോക്കിയേ, തെസലോനിക്കായിൽ പരാജയം. കൂടുതൽ വിശ്വാസികളൊന്നും കിട്ടിയില്ല. കുറച്ച് പേരെ കിട്ടി, അവർ നല്ല ആളുകളായിരുന്നു. പക്ഷേ വ്യാപകമായ ഒരു സുവിശേഷത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ
അപ്പസ്തോലനായ പൗലോസും സീലാസും തിമോത്തിയും എല്ലാം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ എത്തിയത് ബെറോയ. അവിടെ ദൈവജനം താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. പക്ഷേ ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല. അവർ നഗരാധിപന്മാരെ ഇളക്കിവിട്ട്, യഹൂദരെ ഇളക്കിവിട്ട് അവിടെ നിന്ന് അവരെ നാടുകടത്തി. അപ്പോൾ തെസലോനിക്കായിൽ പരാജയം, ബെറോയായിൽ പരാജയം. ഇനി ഇത് കഴിഞ്ഞിട്ട് വളരെ പ്രതീക്ഷയോടെ അപ്പസ്തോലനായ പൗലോസ് എത്തുന്ന സ്ഥലമാണ് ആഥൻസ്. ആഥൻസിന്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം. മഹാരഥന്മാരായ, മഹാമനീഷികളായ, തത്വശാസ്ത്രജ്ഞന്മാരായ, വലിയ ഫിലോസഫേഴ്സായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഹെറോഡോട്ടസും ഒക്കെയുള്ള മഹാരഥന്മാർ, ധിഷണാശാലികൾ, ബുദ്ധിയുടെ ഔന്നത്യ തലങ്ങളിലെത്തിയ മഹാമനീഷികൾ, അവർക്ക് ജന്മം കൊടുത്ത നാടാണ്. അവരുടെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആഥൻസ്, ബുദ്ധി കേന്ദ്രം. അപ്പോൾ ഈ അക്ഷര നഗരത്തിൽ, ഈ വൈജ്ഞാനിക നഗരത്തിലെത്തിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പസ്തോലനായ പൗലോസ് ഒരു മണ്ടനല്ല. അദ്ദേഹം വളരെ വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആഗസ്തീനോസ് പറയുന്നത്, സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച് സുവിശേഷം പ്രസംഗിക്കാതിരുന്നിരുന്നെങ്കിൽ അദ്ദേഹം ആ നാട്ടിലെ പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലെയും പോലെയുള്ള വലിയ തത്വശാസ്ത്രജ്ഞനായി ലോകത്തറിയപ്പെടേണ്ട ആളായിരുന്നു. റോമാലേഖനം പഠിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയും, ലോകത്ത് ഏറ്റവും നന്നായി എഴുതപ്പെട്ട, ലോജിക്കലി കണക്റ്റഡായി എഴുതപ്പെട്ട തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കാൾ ലോജിക്കലി കണക്റ്റഡായ ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം. പൗലോസിന്റെ ബുദ്ധി വൈഭവം സാധാരണ നിലവാരമായിരുന്നില്ല. വലിയ ബുദ്ധിരാക്ഷസനായിരുന്നു സെയിന്റ് പോൾ. അപ്പൊ ആഥൻസിൽ ചെന്നപ്പോ കണ്ടോ, ആ ബുദ്ധിരാക്ഷസന് ഒരു കളം കിട്ടി. മനസ്സിലായി? ബുദ്ധി. യഹൂദന്മാർക്ക് ഇടർച്ചയും ഗ്രീക്കുകാർക്ക് ഭോഷത്വവുമായി സുവിശേഷം പ്രസംഗിച്ച് നടന്ന അപ്പസ്തോലനായ പൗലോസിന് നല്ല ബുദ്ധിയുള്ളവരുടെ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റേഞ്ചിൽ പ്രസംഗിക്കാൻ പറ്റി. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ ആ നിലവാരത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അപ്പോൾ ആഥൻസിൽ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പോവാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ മറ്റ് പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രസംഗമാണ് ആഥൻസിൽ നമ്മൾ കാണുന്നത്. നമുക്കത് വായിക്കണം, അത് വായിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പസ്തോലനായ പൗലോസിൻ്റെ മറ്റ് പ്രസംഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു പ്രസംഗമാണ് ആഥൻസിൽ അദ്ദേഹം നടത്തിയത്. അപ്പോൾ വായിക്കാം, 17-ാം അധ്യായം 16 മുതൽ വായിക്കാം. പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. ഇനി താഴോട്ട് വരുമ്പോൾ 22-ാമത്തെ വാക്യം, 21 വായിച്ച്. 21 എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായി. അപ്പം ഇവിടെ ചെന്നിട്ട് അപ്പസ്തോലനായ പൗലോസ് പ്രൗഢഗംഭീരമായ, ആശയസമ്പുഷ്ടമായ, ഉന്നത നിലവാരമുള്ള, തത്വശാസ്ത്രത്തിൻ്റെ നിലവാരമുള്ള വലിയ താത്വികമായ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വായിച്ചു. 22 അരയോപ്പഗസിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രകാരം പ്രസംഗിച്ചു. ആഥൻസ് നിവാസികളെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാതദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവിടുത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. വായിക്കാം, നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി കേട്ടപ്പോൾ അതായത് എന്താ സംഭവിച്ചെന്നറിയാമോ? ചിലർ അവനെ പരിഹസിച്ചു. 34-ാമത്തെ വാക്യം, എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു. അരിയോപ്പഗസുകാരൻ ഡൈനീഷ്യസും ദമാറിസ് എന്ന് പേരുള്ള ചില സ്ത്രീ മറ്റു ചിലരും
ആ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഉള്ളി, വിരലിൽ എണ്ണാവുന്ന അത്രയും കുറച്ച് പേരെ ആദൻസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. വലിയ ഒരു ബൗദ്ധിക വൈഭവമുള്ള പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് ഒരു 7-8 എണ്ണത്തിന് കിട്ടി. ഇത് അപ്പസ്തോലനായ പൗലോസിന്റെ മനസ്സിനെ വളരെ ഭാരപ്പെടുത്തി. തെസലോനിക്കായിൽ മാനുഷികമായ ഭാഷയെ പറഞ്ഞ പരാജയം, ബെറോയായിൽ പരാജയം, ആദൻസിലും പരാജയം. ഈ ആദൻസിൽ നിന്ന് അദ്ദേഹം നേരെ എത്തുന്നത് എവിടേക്കാണ്? കോറിന്തിലേക്കാണ്. കോറിന്തിലേക്ക് വായിക്കാം. അടുത്ത 18-ാമത്തെ അധ്യായം, 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ? ഇതിനുശേഷം പൗലോസ് ആദൻസ് വിട്ട് കോറിന്തിലെത്തി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അവിടെ കോറിന്തിലെത്തിക്കഴിഞ്ഞപ്പോൾ 9-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവർത്തനം 18:9, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, നിശബ്ദനാവാതെ പ്രസംഗിക്കുക. തോറ്റിരിക്കരുത്, മടുത്തിരിക്കരുത്, മനസ്സ് മടുക്കരുത്, പരാജയപ്പെട്ടെന്ന് വിചാരിക്കരുത്. മടുപ്പ് കൂടാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും സുവിശേഷ വേല ചെയ്ത്, ഞാൻ വായിച്ചത് ഇങ്ങനെ, ഏതാണ്ട് 25,000-ത്തിലധികം ആളുകളെ അപ്പസ്തോലനായ പൗലോസ് കോറിന്തിൽ നേടിയെടുത്തു ഒറ്റയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയാ. ഇനി അങ്ങനെ സുവിശേഷത്തിന്റെ മാരക പ്രഹരശേഷി മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾക്കകത്തേക്ക് ഒരു ചുരികക്കുത്തുപോലെ ചുഴറ്റിക്കയറ്റാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനെ സഹായിച്ച അഭൗമ ശക്തി, സ്വർഗീയ ശക്തി എന്താണെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. 1 കൊരിന്തോസ് 2:2, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ ഫിലോസഫി പറഞ്ഞില്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ സാഹിത്യം പറഞ്ഞില്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ നോവലുകളും കഥകളും ഉദ്ധരണികളും കോട്ട് ചെയ്തില്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ കണ്ടംപററി ഈവൻസിനെ കോട്ട് ചെയ്ത് സംസാരിച്ചില്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തു. എനിക്കൊരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ പറയാൻ. തെസലോനിക്കായാലും ബെറോയായാലും ആദൻസിലും നേരിട്ട ദുരനുഭവങ്ങൾ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. സുവിശേഷത്തിന്റെ മാരക പ്രഹരശേഷി, മനസ്സിനെ കീഴ്മേൽ മറിക്കുന്ന സംഹാരശേഷി, ജീവിതങ്ങളെ തകിടം മറിക്കുന്ന അത്ഭുത ശക്തി വെളിപ്പെടണമെങ്കിൽ എനിക്ക് മനസ്സിലായി. ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, സാഹിത്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നോവൽ കോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ വലിയ ഉദാത്ത സാഹിത്യ കൃഷ്ടികളെ കോട്ട് ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് ഞാൻ ഒരു കാര്യം പ്രസംഗിക്കണം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ, ഐ പ്രീച്ച്ഡ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചപ്പോൾ അവിടെ 10,000-കണക്കിന് ജീവിതങ്ങൾക്ക് മാറ്റം ഉണ്ടായി. പറഞ്ഞ ഹല്ലേലൂയാ. സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ്, യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ കേന്ദ്രസ്ഥാനം. ഇവിടെയാണ് സഭയിൽ അഭിഷേകം ഉണ്ടാവുന്നത്. മനസ്സിലായ? വേറെ ഒന്നിലല്ല. ക്രിസ്തുവിനെ മധ്യത്തിൽ നിന്ന് മാറ്റരുത്. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷ മൂല്യങ്ങൾ സംസാരിക്കുന്നതല്ല സുവിശേഷ വേല. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം, ആരും അടിയുണ്ടാക്കരുത്, നന്നായിട്ട് പെരുമാറണം, എല്ലാവരെയും ബഹുമാനിക്കണം, നമ്മൾ സമൂഹത്തിൽ നല്ലതായിട്ട് ഇടപെടണം, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അതിന് മാന്തരുത്, നമ്മൾ ആരെയും ദ്രോഹിക്കരുത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ട്. ഇതിൻ്റെ പേരല്ല സുവിശേഷ വേല. സുവിശേഷ മൂല്യങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ പേരല്ല സുവിശേഷ വേല. സുവിശേഷ വേല സമം ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ഒരാൾ ലോകത്തോട് പറയുന്നു, നിന്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി നിനക്ക് പകരം മരിച്ച് നിനക്ക് നിത്യജീവൻ നൽകി എന്നതാണ് സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തൃശ്ശൂര് ദൈവത്തിൻ്റെ ആത്മാവ് ഒരഗ്നി കുണ്ഡമായി, ഒരഗ്നി അഭിഷേകമായി കത്തിപ്പടരണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. യേശുവിനെ കുറിച്ച് പറയുന്ന 10,000 പേരുണ്ടാവണം. യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞു, വേറെ ഒന്നും പറയരുത്, യേശുവിനെ കുറിച്ച് പറയണം. പറഞ്ഞ ഹല്ലേലൂയാ.
നിങ്ങൾ എവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞാലും അവിടെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. എവിടെ യേശുവിനെ കുറിച്ച് ആര് പറഞ്ഞാലും അവിടെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. പരിശുദ്ധാത്മാവ്, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം തന്നെ ഇറങ്ങി വരും. കാരണം പരിശുദ്ധാത്മാവിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശുവിനെ മഹത്വപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയാ. വേറൊന്നും പറയണ്ട. ഈശോയെക്കുറിച്ച് പറയണം, ഈശോയെക്കുറിച്ച് സംസാരിക്കണം, ഈശോയുടെ വാക്കുകൾ പറയണം, ഈശോയുടെ സംഭവങ്ങൾ പറയണം, ഈശോ ചെയ്ത കാര്യങ്ങൾ പറയണം, ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് സംസാരിക്കണം. അപ്പം ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവുമോ മനസ്സിലാവത്തില്ലയോ, ആളുകൾ സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ലയോ, ഇത് ഇവിടുത്തെ വിഷയമല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ ഒരു തെരുവ് പ്രസംഗകനാണ്. തെരുവ് പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ എന്താ? തെരുവ് പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം പ്രസംഗിക്കുന്നത് സ്ട്രീറ്റ് പ്രീച്ചിങ്ങിന് തുല്യമാണ്. പണ്ടത്തെ കാലത്ത് ആളുകൾ ഈ റോഡ് സൈഡിലൊക്കെ നിന്ന് ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് ആൾ, ഞങ്ങളും പോകാറുണ്ട് അങ്ങനെ റോഡിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ. അപ്പോൾ റോഡിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും വലിയ തെരുവ് പ്രസംഗമാണ് ഈ യൂട്യൂബിലെ പ്രസംഗം. ആണോ? കാരണം ഇത് ക്രിസ്ത്യാനികൾ മാത്രമാണോ കേൾക്കുന്നത്? അല്ല, ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കും, മുസ്ലിം സഹോദരങ്ങൾ കേൾക്കും, നിരീശ്വരവാദികൾ കേൾക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2011 മുതൽ ഈ 2024 വരെ ഓൺലൈനിൽ ഈ പ്രഭാഷണങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ഫലമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, 100 കണക്കിന് ആളുകൾക്ക് എൻ്റെ കൈ കൊണ്ട് ഞാൻ മാമോദിസ കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണെന്നറിയാമോ യേശുവിനെ അറിഞ്ഞത്? യൂട്യൂബിൽ വചനം കേട്ടിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായ? 100 കണക്കിന് ആളുകൾക്ക് എൻ്റെ കൈകൊണ്ട് ഞാൻ നേരിട്ട് മാമോദിസ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവർ യേശുവിനെ അറിഞ്ഞിട്ട് വരികയാണ്. എങ്ങനെയാണ് നിങ്ങൾ യേശുവിനെ അറിഞ്ഞത്? ഞങ്ങൾ യൂട്യൂബിൽ പ്രസംഗം കേട്ടാച്ചാ, ഞങ്ങൾക്ക് യേശുവിനെ രക്ഷകനായിട്ട് ഞങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വീട്ടുകാർ എതിർപ്പാണച്ചാ, ഞങ്ങൾക്ക് കുഴപ്പമില്ല അച്ഛാ, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അച്ഛാ, ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് കുർബാന സ്വീകരിക്കണം അച്ഛാ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവായ യേശു ക്രിസ്തു, യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് മാനസാന്തരങ്ങൾ നൽകും. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെ കീഴടക്കും. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരോട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട്, വൈദിക വിദ്യാർത്ഥികളോട്, അൽമായ സഹോദരങ്ങളോട്, കുടുംബങ്ങളോട്, ചെറുപ്പക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് കുറച്ച് നാളത്തേക്ക് ഒരു തീരുമാനം എടുക്കുക, യേശുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. കുറച്ച് കാലത്തേക്ക് വെറുതെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ യേശുവിനെ കുറിച്ച് സംസാരിക്കും, ഞാൻ യേശുവിനെ കുറിച്ച് അറിയാൻ പോവാണ്, ഞാൻ സുവിശേഷങ്ങൾ ശരിക്കും വായിക്കാൻ പോവാണ്, ഞാൻ യേശു പറഞ്ഞ കാര്യങ്ങളെ ധ്യാനിക്കാൻ പോവാണ്, ഞാൻ യേശുവിൻ്റെ കുരിശുമരണത്തെയും പീഡാനുഭവത്തെയും ധ്യാനിച്ച് മനസ്സിലാക്കാൻ പോവാണ്, ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഇങ്ങനെ തീരുമാനം എടുത്താൽ ഐ ചലഞ്ച് യു, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഒരു 6 മാസത്തെ ഇടവേള എനിക്ക് തരിക. ഈ 6 മാസത്തിനപ്പുറം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, നന്ദിയുണ്ട് ഞങ്ങളെ പുതിയ മനുഷ്യരാകാൻ സഹായിച്ചതിന്, ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചതിന്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിന്, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഒരു വഴി കാണിച്ചു തന്നതിന്, ഞങ്ങൾക്ക് സ്വർഗം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി തന്നതിന്, ഞങ്ങൾക്ക് ജീവിതത്തിന് അപ്പുറത്തുള്ളൊരു നിലനിൽക്കുന്ന ജീവന്റെ വില മനസ്സിലാക്കി തന്നതിന്, ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ പ്രതിസന്ധികളിലും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി തന്നതിന് നിങ്ങൾ എനിക്ക് കൈകൂപ്പി നന്ദി പറയും. ഐ ചാലഞ്ച് യു, ഐ ചാലഞ്ച് യു. യേശുവിനെ കുറിച്ച് പറ, യേശുവിനെ കുറിച്ച് പറ, യേശുവിനെ കുറിച്ച് പറ. വേറൊന്നും നിങ്ങൾ പറയണ്ട, യേശുവിനെ കുറിച്ച് പറ, യേശുവിനെ കുറിച്ച് അറിയേ, യേശുവിനെ കുറിച്ച് ഫോക്കസ് ചെയ്യേ. കുഞ്ഞുങ്ങളോട് ഈശോയെ കുറിച്ച് പറ, ഈശോയുടെ കാര്യങ്ങൾ സംസാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിലവാരം മാറും, അന്തരീക്ഷം മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. അന്തരീക്ഷം മാറും. ഒരിക്കല് ഒരു സഹോദരി ധ്യാനം കൂടുകയായിരുന്നു, ഒരു മകള്. അവൾ ധ്യാനം കൂടിയപ്പോൾ ഞാനിങ്ങനെ കണ്ടു, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വചനം ഇതാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ പഞ്ചില്ല, ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് കറക്റ്റ് ക്ലാരിറ്റി. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ പല വഴികളിൽ ഒരു വഴിയാണ് എന്ന് വേണേൽ ഊഹിക്കാം, ഞാൻ പല സത്യങ്ങളിൽ ഒരു സത്യമാണ് എന്ന് വേണേൽ വ്യാഖ്യാനിക്കാം.
ഞാൻ ജീവനിലേക്ക് പോകാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ആം ദി വേ, ദി ട്രൂത്ത്, ദി ലൈഫ് എന്നാണ് പറയുന്നത്. ഐ ആം ദി ഓൺലി ട്രൂത്ത്, ഐ ആം ദി ഓൺലി ലൈഫ്, ഐ ആം ദി ഓൺലി വേ. ദാറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. ലോകത്ത് ബാക്കിയുള്ള എല്ലാ വഴികളെയും, എല്ലാ സത്യങ്ങളെയും, എല്ലാ ജീവന്റെ മാർഗങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണത്. എന്നാൽ ഈശോ പറയുന്നത് എന്താണ്? ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവനിലേക്കുള്ള മാർഗം. അങ്ങനെയാണ് ഈശോ പറയുന്നത്. ദാറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. ബാക്കി എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസ്താവന. അപ്പോൾ അവിടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം തന്നെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്തിൻ്റെ ധ്യാനമാണ്. അപ്പോൾ ഞാനിത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അനന്യത, അതാണ് ആ ധ്യാനത്തിൻ്റെ പ്രമേയം, യേശുവിൻ്റെ യുണീക്ക്നെസ്. അപ്പം ഞാൻ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, മക്കളെ ഈശോ മാത്രമാണ് വഴി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ യേശു മാത്രമാണ് ഏക വഴി എന്ന് ലോകത്തോട് പറഞ്ഞാൽ, നിങ്ങൾ യേശു മാത്രമാണ് ഏക സത്യം എന്ന് ലോകത്തോട് പറഞ്ഞാൽ, നിങ്ങൾ യേശു മാത്രമാണ് നിത്യജീവനിലേക്കുള്ള ഏക മാർഗമെന്ന് ലോകത്തോട് പറഞ്ഞാൽ, ഏതാണ്ട് 24ഓളം കണ്ടംപററി തിയറികളെ നിങ്ങൾ എതിർക്കുന്നവരായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന 24ഓളം സിദ്ധാന്തങ്ങൾ, അതിൻ്റെ പ്രയോക്താക്കൾ, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കെതിരാവും. ഉദാഹരണത്തിന് സെക്യുലറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കെതിരാവും. പോളിതെയിസം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കെതിരാവും. റിലേറ്റിവിസം പ്രൊമോട്ട് ചെയ്യുന്നവർ നിങ്ങൾക്കെതിരാവും. റൊമാൻറ്റിസിസം പ്രൊമോട്ട് ചെയ്യുന്നവർ നിങ്ങൾക്കെതിരാവും. റാഷണലിസം പ്രൊമോട്ട് ചെയ്യുന്നവർ നിങ്ങൾക്കെതിരാവും. ഹെഡണിസം പ്രൊമോട്ട് ചെയ്യുന്നവർ നിങ്ങൾക്കെതിരാവും. നിങ്ങൾ ഈ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം കണ്ടംപററി തിയറികളാണ്. എന്ന് പറഞ്ഞാൽ സത്യം എന്താണ്, ജീവൻ എന്താണ്, വഴി എന്താണ് എന്നതിന് ലോകം ഇന്ന് വിശ്വസിക്കുന്ന കുറേ കണ്ടംപററി തിയറികൾ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, 24 കണ്ടംപററി തിയറികൾ നിങ്ങൾക്കെതിരാവും. നിങ്ങൾ യേശു മാത്രമാണ് ഏക സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുണയുണ്ടോ? 24 നിലനിൽക്കുന്ന കണ്ടംപററി, മനുഷ്യൻ വിശ്വസിക്കുന്ന, ഈ ആധുനിക ലോകം വിശ്വസിക്കുന്ന 24 കണ്ടംപററി സിദ്ധാന്തങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യേശു മാത്രമാണ് ഏക വഴി എന്ന് പറയാൻ ചുണയുണ്ടോ നിങ്ങൾക്ക് എന്ന് ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു. അപ്പം ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, വഴിയും സത്യവും ജീവനും ഞാൻ മാത്രമാണ് എന്ന വചനം പറയുമ്പോൾ എൻ്റെ മുമ്പിലിരുന്നൊരു പെൺകുട്ടി പൊട്ടി 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 കരയുകയാണ്. അപ്പം ഈ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ഇടവേളയിൽ ആ മകൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ 6 വർഷമായിട്ട് ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലാണ്. ഞാനൊരു നല്ല കുട്ടിയായിരുന്നു. എൻ്റെ ആർക്കും ഇത് അറിയാൻ പാടില്ല. ഞാൻ വളരെ രഹസ്യമായിട്ട് ഈ ബന്ധം കൊണ്ടുപോവാണ്. ഞാൻ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ക്രിസ്തീയ വിശ്വാസം വിട്ടുപോകേണ്ടി വരും. ചെറുപ്പത്തിലെ എനിക്ക് കിട്ടിയ വിശ്വാസവും എനിക്ക് കിട്ടിയ കാറ്റക്കിസവും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അറിവുകളും ഒക്കെ ഈ കഴിഞ്ഞ 6 കൊല്ലം കൊണ്ടെല്ലാം പോയി. ഇന്ന് ബൈബിൾ എനിക്ക് വെറും ഒരു പുസ്തകമാണ്. ബൈബിൾ വായിക്കുമ്പോഴൊക്കെ യേശു ദൈവമല്ല, ഒരു പ്രവാചകനാണെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. എല്ലാം ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള നിരന്തര സഹവാസം മൂലം അവൻ അയച്ചു തന്ന വീഡിയോകളും അവൻ അയച്ചു തന്ന ലീഫ്ലെറ്റുകളൊക്കെ വായിച്ച് അവൻ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് യേശു ഒരു പ്രവാചകൻ മാത്രമാണ്. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭം എത്തിയപ്പോൾ എനിക്ക് തോന്നി, എന്തായാലും കർത്താവിനെ വിട്ടിട്ട് പോവാണ്. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, യൂത്തിന് വേണ്ടി ഒരു ധ്യാനമുണ്ട്, കൂടുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കൂടിക്കളയാം. കാരണം എന്തായാലും പോവാണ്, ഒരു ധ്യാനം കൂടിയിട്ട് പോവാം. വിശ്വാസമൊന്നും തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ ബന്ധം ഉപേക്ഷിക്കാനും പറ്റില്ല. അത്രേ അത് ആഴത്തിൽ വേര് പാകിക്കഴിഞ്ഞു. അങ്ങനെ തീരുമാനിച്ചാ വന്നേ. അങ്ങനെ വന്ന്, അച്ഛാ യേശു മാത്രമാണ് വഴി, യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് ജീവൻ എന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വചനം അച്ഛൻ ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെ മുഖതാവിൽ ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കുകയാണ്. എന്നോട് നേരിട്ട് പറയണം. അത് അച്ഛൻ പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുകളിലേക്ക്, ഏലിയായിൽ നിന്ന് ഏലീഷായിലേക്ക്
അഭിഷേകത്തിൻ്റെ ഒരു അങ്കി വന്ന് വീണതുപോലെ എൻ്റെ മുകളിലേക്ക് എന്തോ ഒന്ന് വന്നു വീണു. എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കുണ്ടായിരുന്ന യേശുവിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അതെടുത്തു മാറ്റി. ഇപ്പോൾ ഞാൻ ഉറക്കെ പറയുന്നു, യേശു മാത്രമാണ് ഏക വഴി, യേശു മാത്രമാണ് ഏക സത്യം, യേശു മാത്രമാണ് ജീവനിലേക്കുള്ള ഏകമാർഗം. അവൾ എന്നോട് പറയാണ്, ഞാൻ ആ ബന്ധം ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ ഈ മുറിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ യേശുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു ജീവിതത്തിന് പോകില്ല എന്ന് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നോട് നേരിട്ട് പറഞ്ഞു ഹല്ലേലൂയാ. അതായത് 6 കൊല്ലമായിട്ട് വേറൊരു ബന്ധത്തിൽപ്പെട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ കാത്തിരുന്നൊരു പെൺകുട്ടി യേശു മാത്രമാണ് സത്യം എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഒറീസയിലെ ഗ്രാമങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിലും പോയി വിദൂര ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, എനിക്ക് ഒഡിയ അറിഞ്ഞുകൂടാ, എനിക്ക് പഞ്ചാബി അറിഞ്ഞുകൂടാ. എനിക്ക് ആകെ അറിയാവുന്നത് മലയാളം സാമാന്യം സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ് കുറച്ചറിയാം. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ പയ്യനുണ്ടാവും. ഞാൻ അവിടെ നിന്നിട്ട് പറയും, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്നിൽ ഇംഗ്ലീഷിൽ പറയും, അല്ലെ മലയാളത്തിൽ പറയും. അപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന പഞ്ചാബി, ഛത്തീസ്ഗഡുകാരൻ, ഒഡിയക്കാരൻ, തെലുങ്കൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യും. പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന മനുഷ്യരോട് സംസാരിച്ചിട്ട് ഇരിപ്പ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തൊരു ഭാഷയിൽ മുമ്പിലിരിക്കുന്നൊരു ജനതയോട് സമയമെടുത്ത് മാത്രമല്ല പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അവൻ പറയാൻ വേണ്ടി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് വിദൂരമായൊരു ഗ്രാമത്തിനകത്ത് പോയി യേശുവിനെ കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് യേശുവിൻ്റെ ഈ വചനം നിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി പിതാവായ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് കന്യകാമാതാവിൽ നിന്ന് അവൻ ജഡമെടുത്ത് അവൻ മനുഷ്യനായി ജീവിച്ച് 33-ാമത്തെ വയസ്സിൽ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ നിനക്ക് വേണ്ടി നിനക്ക് പകരം നാണം കെട്ടവനായി നിന്ന് നിന്റെ പാപഭാരങ്ങൾ തന്റെ കുരിശിലേറ്റെടുത്ത് ഉച്ചമുതലുള്ളങ്കാല് വരെ തകർക്കപ്പെട്ട് അവൻ കുരിശിൽ നിരാധാരനായി കുരിശിൽ തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്ത് അവിടെ നിന്ന് മഹത്വത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ വർഷിച്ച് നിന്നെ വീണ്ടെടുത്തു എന്ന സത്യം നീ വിശ്വസിച്ചാൽ നീ പുതിയ സൃഷ്ടിയായി മാറുമെന്ന് ഞാൻ എനിക്കറിയാൻ വയ്യാത്ത ഭാഷക്കാരായ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, എൻ്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കാണുന്നു. ആ മനുഷ്യരിൽ വ്യത്യാസമുണ്ടാവുകയും അവർ യേശുവിനെ രക്ഷകനായി ഏറ്റുപറയുകയും മാമോദീസ സ്വീകരിക്കുകയും കടുത്ത പീഡനങ്ങൾ എതിരെ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും അവർ യേശുവിൻ്റെതായി ജീവിക്കുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് ഒരാൾ പറയുമ്പോൾ അപ്പോൾ ഹോളി സ്പിരിറ്റ് വരും. എ ഓർ ബി അത് വിഷയമല്ല, അത് ആര് പറയുന്നു എന്നുള്ള വിഷയമല്ല. ഇതാര് പറഞ്ഞാലും അത് കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, അത് പറയുന്നവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കൃപാവരത്തിൻ്റെ കാലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യേശുവിനെ ഫോക്കസ് ചെയ്യണം. പിതാവ് നമുക്ക് വേണ്ടി വെച്ച കർത്താവ്, ബാക്കി ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നമ്മൾ മാറണം. യേശുവിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തണം. യേശുവിനെ കുറിച്ച് പഠിക്കണം, യേശുവിനെ കുറിച്ച് സംസാരിക്കണം, സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ദൈവം കൃപ തരുന്നുണ്ടെങ്കിൽ റോമാലേഖനം മുതൽ യൂദാസിന്റെ ലേഖനം വരെ വായിച്ചു കൊണ്ടേയിരിക്കണം. വായിച്ച് അപ്പസ്തോലന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഹൃദയത്തിനകത്ത് കയറ്റണം. അപ്പൊ എന്താ സംഭവിക്കുന്നറിയാം? നിങ്ങൾക്ക് അന്ന് വരെ ഇല്ലാത്ത ഒരു ഉണർവ്, ഒരു ശക്തി, ഒരു അഭിഷേകം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ്. അപ്പൊ അതുകൊണ്ട് ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോസ്തലൻ പറയുകയാണ്. അപ്പൊ ഇപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് കൺവെൻഷൻ പന്തലുകളിൽ നിന്ന് വചനം കേട്ട് പുറത്തു പോയത്. ലക്ഷക്കണക്കിന് ആളുകൾ. കേരളം പോലൊരു സ്ഥലം സുവിശേഷത്തിന് ഇത്രയും
വളക്കൂറുള്ളൊരു മണ്ണ് എനിക്ക് തോന്നുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ആഫ്രിക്കയിൽ വരുമ്പോൾ ഇതുപോലാണ് ആളുകൾ. ആഫ്രിക്കയിൽ ഇതുപോലല്ല, അതിനേക്കാളും ദാഹമാണ് ആളുകൾക്ക്. അതായത് ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിൽ എങ്ങനെ അറിയാം, ഇപ്പം കസേരയാണ്, നിങ്ങൾക്ക് ചാരാലോ അല്ലേ, ഇത്ര നേരം അനിലച്ചം ബോറടിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ചാരിയിരിക്കുമെന്ന് ഇളകിയിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആഫ്രിക്കയിലുള്ള മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ചാരുപഞ്ചല്ല, വെറുതെ 2 പലക അടിച്ചിട്ട് 2 കമ്പടിച്ചിട്ട് അതിനകത്താണ് ഇവരിയ്ക്കുന്നത്. ഒരു കുപ്പി വെള്ളമായിട്ട് വരും രാവിലെ. 8 മണിക്കാണ് ധ്യാനമെങ്കിൽ 7 മണിക്ക് വരും. ഒരു കുപ്പി വെള്ളമായിട്ട് വരും. ആഴ്ചയിൽ ഒരിക്കലാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല നിവൃത്തിയുള്ളവൻ ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കും, അല്ലാത്തവൻ ആഴ്ചയിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കും. ഞാൻ ചെന്നൊരു രാജ്യത്തിൻ്റെ അവസ്ഥ ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുങ്ങൾ വന്ന് രാവിലെ വന്നിങ്ങനെ, അച്ഛൻ പറയാണ് 9 മണിക്കാണ് ധ്യാനമെങ്കിൽ 7 മണിക്ക് വരും. ഒരു കുപ്പി വെള്ളം കൊണ്ട് വരും. ഈ വെള്ളവും കുടിച്ച് അങ്ങനെ ഇരിക്കും, ഇങ്ങനെ വടി പോലിരിക്കും. അങ്ങനെ ഇരുന്ന് വചനം കേൾക്കും, വൈകുന്നേരം വരെ കേൾക്കും. നിർത്താൻ പോയാലുണ്ടാകും, നിർത്തല്ലെന്ന് പറയും, നിർത്തല്ല് പ്രസംഗിക്ക് നിർത്തല്ല് എന്ന് പറയും. ഇത് ആഫ്രിക്കയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നിയത് കേരളത്തിലാണ് ഈ വചനത്തിന് ഒരു തുറവിയുള്ളത്, വചനത്തിൻ്റെ വളക്കൂറുള്ള മണ്ണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വചനം കേട്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ. എത്രയോ, നിങ്ങൾ ഈ കൺവെൻഷൻ തന്നെ എടുത്തു, ലക്ഷക്കണക്കിന് ആളുകൾ എത്രയോ കൊല്ലങ്ങളായിട്ട് വചനം കേട്ട് പോയിട്ടുണ്ട്. ഓരോ കേരളത്തിലെ ഓരോ നഗരത്തിലെ ഓരോ ഗ്രാമത്തിലും കൺവെൻഷനുകൾ 1980 മുതൽ ഈ വലിയ കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, യേശുവിനെ കുറിച്ച് പറയാൻ സജ്ജരാക്കപ്പെട്ട എത്ര പേരുണ്ട് കൺവെൻഷന് വന്നു പോയവരിൽ? എത്ര പേർ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്? എത്ര പേർക്ക് യേശുവിനെ കുറിച്ച് പറയാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് യേശുവിനെ കുറിച്ച് പറയാനുള്ള ആഗ്രഹമുണ്ട്? ഇതൊന്ന് ചിന്തിക്കുക. 2, എഫേസോസ് 6-ാം അധ്യായത്തിൽ ആത്മീയ ആയുധങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അപ്പോസ്തലൻ പറയും, സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിക്കണം. ശ്രദ്ധിക്കുക, വചനം ശ്രദ്ധിക്ക്. സമാധാന സുവിശേഷത്തിനുള്ള പാദരക്ഷ, സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ, റെഡിനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് പീസ്. അത് ഷൂസ് ആണെന്നാണ് പറയുന്നത്. ഷൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന പോലത്തെ ഷൂസ് അല്ല. ഈ റോഡ് പണിക്കാർ ചേട്ടന്മാരിടുന്നൊരു ഷൂസ് ഉണ്ട്, അറിയാമോ? ഈ മുട്ട് വരെയാണ് ആ ഷൂസ്. അതായത് ഒരു പട്ടാളക്കാരൻ അവൻ്റെ സംരക്ഷണ വസ്ത്രം ധരിക്കുമ്പോൾ അവൻ്റെ കാൽമുട്ട് മുതൽ കാൽപാദം വരെ, ഈ വിരലിൻ്റെ അറ്റം വരെ വെട്ടുകൊള്ളാതിരിക്കാനും അവൻ വെട്ടുകൊണ്ട് വീഴാതിരിക്കാനും അവൻ ധരിച്ചിരുന്ന ഷൂസാണ് ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്ന പാദരക്ഷ. മുട്ടുവരെ, അതായത് മുട്ടിന് താഴോട്ട് സംരക്ഷണം കിട്ടാൻ ആത്മീയ ആയുധമായിട്ട് ബൈബിൾ പറയുന്നത് സുവിശേഷം പറയാനുള്ള സന്നദ്ധത. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂത് പറയും ഈ രാത്രിയിൽ, ശ്രദ്ധിച്ചു കേട്ടോ. ഒത്തിരി കുടുംബങ്ങളുടെ തലവര മാറും, ഒത്തിരി കുടുംബങ്ങളുടെ ശാപം മാറും, ഒത്തിരി കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ ആ നിഷേധാത്മക ഭാവം മാറിപ്പോവും. ഈ ദൂത് കേട്ടോ. എന്തെന്നറിയാമോ? അതായത് ഒരുപാട് കുടുംബങ്ങൾ ദൈവവേല ചെയ്യാൻ നിയോഗം കിട്ടിയവരാണ്, അവരത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ട് അവരനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോണ്ട്, അവരനുഗ്രഹിക്കപ്പെട്ടില്ല. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ആത്മാവിൽ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. എന്താണെന്നറിയാമോ? അതായത് എനിക്കൊരു കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ബോധ്യമാണ്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛൻ ഒരു സിസ്റ്റർ പോകുമ്പോൾ ആ അച്ഛനും സിസ്റ്ററും ആ കുടുംബത്തിൻ്റെ പാപപരിഹാരമാണ്. ഇതെനിക്ക് കർത്താവ് തന്ന ബോധ്യങ്ങളിലൊന്നാണ്. ആ കുടുംബത്തിൻ്റെ പാപപരിഹാരമാണ് ഒരു അച്ഛൻ ഒരു സിസ്റ്റർ. ആ കുടുംബത്തിൻ്റെ ചങ്ങലകൾ അഴിയാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനത്തിലെ ഒരു നിയോഗമാണ് ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ എടുത്ത് ഒരു ബലിയാടാക്കി, ഒരു ബലിയാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവവിളികളെ തടയരുത്. അതുകൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ തലവര ദൈവം തിരുത്തുന്നത്, ഇങ്ങനെ ദൈവം ആദിജാതന്മാരുടെ സ്ഥാനത്ത് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന, ലേവ്യരുടെ സ്ഥാനത്ത് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവിളികളെ തടയരുത്. ഏതെങ്കിലും ഒരു മകനോ മകളോ ദൈവവേലയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. ഇനി നിങ്ങൾ പറയും ഒരു 4 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാലും കുഴപ്പമില്ല, 4 കൊല്ലം ദൈവവേല ചെയ്തല്ലോ എന്ന് സമാധാനിച്ചോണം. മടത്തി പോയിട്ട് പെണ്ണ് തിരിച്ചു വന്നാൽ ഇപ്പം എന്നാ 2 കൊല്ലം പോയി ദൈവവേല ചെയ്തിട്ട് തിരിച്ചു വന്നത് സമാധാനിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയാ. മടത്തി പോയിട്ട് തിരിച്ചു വന്ന പെണ്ണും മടത്തി പോവാത്ത പെണ്ണും തമ്മിൽ ഗുണപരമായ നല്ല വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? മടത്തി പോയതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവിളികളെ തടയരുത്. കയ്യും കാലും വേദനയുള്ളവർ ഇരുന്നോണം. ഇപ്പോഴെങ്ങും ഇരുത്തത്തില്ല ഞാൻ. കയ്യും കാലും വേദന പ്രയാസമുള്ളവർ ഇരുന്നോണം. ഇപ്പം അങ്ങ് ഇരുന്നോണം. എന്നെ പ്രായിക്കൊണ്ടിരിക്കരുത്. എൻ്റെ അപ്പന് തീരെ വയ്യാതിരിക്കുകയാണ്, അങ്ങനെ പറയരുത്, ഒന്നും പറയരുത്. വയ്യാങ്കി ഇരുന്നോണം. ഇത് കേട്ടെ. അതായത് കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഇപ്പം കാനഡയിൽ പോകണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും ഇപ്പം പിന്നെ ഫ്രാൻസിലും പിന്നെ UK-ലും
സ്കാൻഡിനേവിയൻ കൺട്രീസിലൊന്നും പോകണമെന്നൊരു നിർബന്ധമില്ല. കുടുംബത്തിൽ നിന്ന് കുറച്ച് പേര് കർത്താവിൻ്റെ വേലയ്ക്ക് പോട്ടെ, മിണ്ടാമടങ്ങളിൽ പോട്ടെ, ആവൃത്തികൾക്കകത്തേക്ക് പോട്ടെ, സന്യാസ ഭവനങ്ങളിലേക്ക് പോട്ടെ, സെമിനാരികളിലേക്ക് പോട്ടെ. നല്ല അഭിഷേകമുള്ള സമൂഹങ്ങളുണ്ട്, പോട്ടെ, പോയി എല്ലാവരും കൃപയുടെ മക്കളായിട്ട് ജീവിക്കട്ടെ. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, നിങ്ങൾ എന്നോട് ചോദിക്കണം, ഡാനിയലച്ചാ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവം തന്ന അനുഗ്രഹം? ഞാൻ പറയും, ദൈവമേ, തിരിച്ചറിവില്ലാത്തൊരു പ്രായത്തിൽ ഒരു പാവപ്പെട്ട അച്ഛനിലൂടെ, ഒരു പാവപ്പെട്ട സിസ്റ്ററിലൂടെ, പാവപ്പെട്ട കാറ്റഗിസ് അധ്യാപകരിലൂടെ, അപ്പനമ്മമാരിലൂടെ പൗരോഹിത്യം നല്ലതാണെന്ന് പറഞ്ഞു തന്നു, പുരോഹിതനാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു തന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, നീ അൾത്താരയിലെ ശുശ്രൂഷയ്ക്ക് കയറിയാൽ നിനക്ക് ഞാൻ പാൻറ്റ് വാങ്ങിച്ചു തരാം, ഉടുപ്പ് വാങ്ങിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഉടുപ്പും പാൻറ്റും പ്രതീക്ഷിച്ചിട്ടാണ് അൾത്താരയിൽ കയറിയത്. പള്ളിപ്പാൻ ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു വികാരിച്ചൻ പള്ളിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അയ്യോ, വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. ലോയ്ക്ക് നല്ല മണമായിരുന്നു, എന്നാലും അതിനപ്പുറത്ത് വലിയ ഒരു അനുഭവം ഉണ്ടായി. ആ അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പ്രായമുള്ളൊരു അച്ഛനായിരുന്നു, ഇപ്പോഴും ഉണ്ട്, മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട് അച്ഛൻ. ഇങ്ങനെ ഒരിക്കലും ചേർത്ത് പിടിച്ചു. അപ്പൊ പൗരോഹിത്യം ചേർത്ത് പിടിച്ചാൽ ഉള്ള കൃപ എന്താന്ന് മനസ്സിലായി. പുരോഹിതര് ചേർത്ത് പിടിച്ചാലുള്ള കൃപ എന്താന്ന് മനസ്സിലായോ? അതുകൊണ്ട് പറ്റുന്നിടത്തോളം ഒത്തിരിയും പേരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പം പുരോഹിതര് ചേർത്ത് പിടിച്ചാലുള്ള വില എന്താന്ന് ചെറിയ പ്രായത്തിൽ മനസ്സിലായതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായി, ഇങ്ങനെ ഈ നല്ലതാണല്ലോ ഈ ലോഹ ഇട്ട് നിൽക്കുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ നിങ്ങൾ ചോദിക്കാനുണ്ട്, ഡാനിയലച്ചാ എന്താണ് ഏറ്റവും വലിയ സന്തോഷം, എന്താണ് ഏറ്റവും വലിയ ഭാഗ്യം, ഈ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവമേ, എൻ്റെ ദൈവമേ, ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന, ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് കത്തോലിക്കാ തിരുസഭയിലെ കർത്താവിൻ്റെ പുരോഹിതനാവാൻ ഭാഗ്യം തന്നു, അച്ഛനാവാൻ സഹായിച്ചു. അതിൽ കൂടെ വലിയ ഭാഗ്യം എന്താണ്? അച്ഛനാവാൻ സഹായിച്ചു, അച്ഛനാവാനുള്ള ഭാഗ്യം തന്നു. അതിനേക്കാൾ വലിയ അവാർഡ് എന്താ? എന്തെല്ലാം വഴികളിൽ പോകാമായിരുന്നൊരു ജീവിതം പുരോഹിതനാക്കി മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുകയാണ്, ഒരച്ഛനാ പറയണേ, നിങ്ങളുടെ മക്കൾ സെമിനാരി ചേരുമ്പോൾ ഒരാൾ ചേരുന്നതനുസരിച്ച് എനിക്ക് കമ്മീഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തർ ചേരുന്നതനുസരിച്ച് എനിക്ക് കമ്മീഷൻ ഒന്നും വരാൻ പോകുന്നില്ല. അതിനല്ല ഞാൻ പറയുന്നത്. അച്ഛനായിട്ട് ജീവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. മക്കൾ അതിനിറങ്ങിയാൽ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അവരെ അനുയാത്ര ചെയ്ത് അതിനു വേണ്ടി വഴി തുറന്നു കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. സിസ്റ്റർ ആവാൻ ഒരു പെൺകുട്ടി ഇറങ്ങിയാൽ തടയരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. നല്ല മാതൃകകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പത്രത്തിലും മാധ്യമത്തിലും ടിവിയിലും അതുപോലെ ഇൻ്റർനെറ്റിലും അതുപോലെ ഓൺലൈൻ ചാനലുകളിലുമൊക്കെ ഈ കരിപുരണ്ട അല്ലെങ്കിൽ ചെളിപുരണ്ട ജീവിതങ്ങളെ മാത്രം എടുത്ത് കാണിക്കുമ്പോൾ നല്ല തങ്കത്തിളക്കമുള്ള ജീവിതമുണ്ട് സഭയിൽ. തങ്കത്തിളക്കമുള്ള അച്ഛന്മാരുണ്ട്, തങ്കത്തിളക്കമുള്ള കന്യാസ്ത്രീകളുണ്ട്, നല്ല തങ്കത്തിളക്കമുള്ള ജീവിതമുണ്ട്, സെമിനാരിക്കാരുണ്ട്. അവരെ എടുത്തു കാണിക്കണം, അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് പറയണം, ഈ സഭയിലെ ദൈവം തെരഞ്ഞെടുത്ത തങ്കശോഭയുള്ള വിശുദ്ധാത്മാക്കളാണിത്, വിശുദ്ധാത്മാക്കൾ. അവരെ ഒന്ന് കൺവെൻഷൻ വേദികളിൽ ആളുകൾ ഫ്ലെക്സ് വെക്കുന്ന ആളുകളൊന്നും ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരാരും കാണാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ, റുവാണ്ടയിൽ ചെന്നപ്പോൾ, കെനിയയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ 30% എൻ്റെ ശ്വാസകോശം വർക്ക് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. എൻ്റെ പ്രായം പോലും ഇല്ല അച്ഛൻ എന്നോട് പറയാണ്, 30% എൻ്റെ ലങ്സ് വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, കള്ളന്മാർ കയറി നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടിയതാണ്, പിക്കാക്സ് കൊണ്ട് വെട്ടിയതാണ് ഈ അച്ഛനെ. എന്നിട്ട് അച്ഛൻ എന്നോട് പറയാണ്, എല്ലാവരും നിർബന്ധിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ. എന്നിട്ട് അതേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാനിയലച്ചാ, ഞാൻ മരിക്കുന്നത് വരെ ആഫ്രിക്ക വിട്ടു പോവില്ല, ഞാൻ ഇവിടെ ജീവിക്കും, ഇവിടെ യേശുവിന് വേണ്ടി മരിക്കും. നിങ്ങൾ ചേച്ചേ, ഈ അച്ഛൻ്റെ ഫ്ലെക്സ് തൃശ്ശൂർ വെച്ചിട്ടില്ല. ഈ അച്ഛനെ ആർക്കും അറിഞ്ഞൂടാ. പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര കോടി ജന്മങ്ങളുണ്ടെന്നറിയാം, എത്ര കോടി ജന്മങ്ങൾ ദൈവം കൊടുത്ത വിളിയെ മാനിച്ച് ദൈവത്തിന് ജീവിതം സമർപ്പിച്ച് ഒരു പമ്പരം പോലെ ദൈവത്തിന് വേണ്ടി കിടന്ന് രാപകലില്ലാതെ കർത്താവ് മാത്രം ഹൃദയത്തിൽ വെച്ച് കർത്താവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സുഹൃത ജന്മങ്ങളുണ്ട് ഈ സഭയിൽ. നിങ്ങളുടെ മക്കൾക്ക് അവരെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഓൺലൈൻ ചാനലിൽ വരുന്ന ആളുകൾ മാത്രമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പൊ എന്തെന്നറിയാമോ, ഇത് ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്, ദൈവവേലയ്ക്ക് ആളുകളെ തടയാൻ പാടില്ല. സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ ധരിക്കണം. അത് കുടുംബത്തിന് അതൊരു സംരക്ഷണമാണ്. ഇനി നിങ്ങൾക്കൊരു ദൈവവിളി കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്തെന്നറിയാമോ, ഈ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേര് നിങ്ങളെ ആരും അടിക്കാൻ പോകുന്നില്ല. യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് സംസാരിക്കണം, യേശുവിൻ്റെ കാര്യങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി മാനുഷികമായ കുറവുകളുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾ, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരും, നിങ്ങൾ ഇറിറ്റേഷൻ വരുന്ന ആളായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. പക്ഷേ നിങ്ങൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായാൽ യേശു നിങ്ങളെ ഇങ്ങനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ദൈവസ്നേഹം എന്താണെന്ന് അറിയാൻ വേണ്ടി 10 ദിവസത്തെ കോഴ്സിന് പോയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. 40 ദിവസത്തെ കോഴ്സിന് പോയിട്ട് ദൈവസ്നേഹ അനുഭവം ഒരു കാര്യമില്ല. കാശ് പോയത് മിച്ചം, ഒരു കാര്യം ഉണ്ടാവില്ല. 10 മിനിറ്റ് ഇരുന്ന് ഈശോയെക്കുറിച്ച് പ്രാർത്ഥിക്ക്, വചനം വായിക്ക്, ധ്യാനിക്ക്, ഈശോയെക്കുറിച്ച് പറയും. കണ്ണടയ്ക്ക്, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ഒന്ന് ആഗ്രഹിക്ക്. പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകം തരും. ഇന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിച്ചേ യേശുവേ. സ്തുതിക്കുന്നു. ശക്തിയോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഉച്ചത്തി വിളിച്ചേ യേശുവേ. ഉച്ചത്തിൽ ഈശോയേ, ഉച്ചത്തിൽ ഈശോയേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം, യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വാഴ്ത്തിടാം, ഒന്നായി വാഴ്ത്തിടാം, ഒന്നായി വാഴ്ത്തിടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. പഠിക്കേ. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വാഴ്ത്തിടാം, ഒന്നായി വാഴ്ത്തിടാം, ഒന്നായി വാഴ്ത്തിടാം. അവനിൻ പാറയല്ലോ, അവനിൻ കോട്ടയല്ലോ. പഠിക്കേ. അവനിൻ പാറയല്ലോ, അവനൻ കോട്ടയല്ലോ, അവനൻ ശക്തിയല്ലോ, അവനൻ രക്ഷയല്ലോ, അവനൻ ശക്തിയല്ലോ, അവനൻ രക്ഷയല്ലോ. അവൻ നാമത്തിൽ ഞാൻ പാമ്പുകൾ മേലും സിംഹം മേലും ചവിട്ടി നടക്കും. അവൻ നാമത്തിൽ ഞാൻ പാമ്പുകൾ മേലും സിംഹം മേലും ചവിട്ടി കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുനാമം ശക്തനാമം. യേശുനാമം രക്ഷനാമം. പഠിക്കേ. യേശുനാമം ശക്തനാമം, യേശുനാമം രക്ഷനാമം. വാഴ്ത്തിടാം, ഒന്നായി വാഴ്ത്തിടാം,
സ്തുതിക്കട്ടെ ഉച്ചത്തിൽ. ഈശോയേ, 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 ഈശോയേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ശക്തമായിട്ട് കരങ്ങളടിച്ച് നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാം. ആമേൻ. ഉറക്കെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമക്കളെ, ഇരിക്കുക. കുറച്ച് സമയം കൂടി ഒന്ന് വചനം ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യോഹന്നാൻ 1-ാം അധ്യായം, ജോൺ 1:12-13. യോഹന്നാൻ 1-ാം അധ്യായം 12-13 തിരുവചനം വായിക്കാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒന്നുകൂടെ വായിക്കാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ നമ്മൾ യേശുവിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുമ്പോൾ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, യേശുവിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുമ്പോൾ, യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഈശോ എന്ന് പറയുമ്പോൾ കണ്ണ് നിറയുമ്പോൾ, ഈശോയോട് അഗാധമായ ഒരു സ്നേഹ ഹൃദയത്തിൽ രൂപപ്പെടുമ്പോൾ, യേശുവിനെ വ്യക്തിപരമായി രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇതിൻ്റെ പ്രാധാന്യം ദൈവമക്കൾ തിരിച്ചറിയണം. എന്നെ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനതയായിരുന്നു ഭയം. സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്നൊരു കുട്ടി എന്നോട് പറഞ്ഞാൽ എനിക്കതിനെ മനസ്സിലാക്കാൻ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ആവശ്യമില്ല, ഒരനുഭവം അതെന്നോട് പറയേണ്ടതില്ല. അതെനിക്കറിയാം എന്താണ് സോഷ്യൽ ആങ്സൈറ്റി. എനിക്ക് ഭയമായിരുന്നു, ഭയം. ഒരാളോട് സംസാരിക്കാൻ ഭയം, പരസ്യമായിട്ടൊരു കാര്യം മിണ്ടാൻ ഭയം, ഒരു പബ്ലിക് റീഡിങ്ങിന് സെമിനാരിയിൽ നടുക്ക് പോയി നിന്നാൽ വായിക്കാൻ പേടി, സ്റ്റേജിൽ കയറി നിൽക്കാൻ പേടി, ക്ലാസ്സിലൊക്കെ ടീച്ചർ ചോദ്യം ചോദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുട്ടി ചോദിച്ചാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പറയേണ്ടി വരും, പേടി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ നുണ പറയുന്നതാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കൂ? സോഷ്യൽ ആങ്സൈറ്റി എനിക്കുണ്ട് അച്ഛാ, ഞാൻ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളാണെന്ന് എന്നോടൊരു കുട്ടി വന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ അപഗ്രഥിക്കാൻ ഇനി അനുഭവങ്ങൾ എന്തൊക്കെയാണ്, പറയൂ, എന്താണ് ചോദിക്കേണ്ടത്? എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. 15 വയസ്സുള്ളൊരു കുട്ടിയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. 15ാമത്തെ വയസ്സിൽ ഞാൻ ജനിച്ചു വളർന്ന ആ നാട്ടിൻപുറത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലെ ആ കൊച്ചു സെമിനാരിയിലേക്ക് ചെല്ലുമ്പോൾ നീളമുണ്ടായിരുന്നത് കൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, പോയി ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറഞ്ഞു. ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടും ബാസ്കറ്റ് ബോളും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്രിക്കറ്റ് പന്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ക്രിക്കറ്റിൻ്റെ പന്ത്. അതിനപ്പുറത്തുള്ളൊരു പന്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലെന്ന്. ഓലപ്പന്ത്, പിന്നെ റബ്ബർ ബോള്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുട്ടിയും കോലും, മറ്റേ ഗോലി, അതൊക്കെയാണ് എൻ്റെ കളി. എന്നോട് പറയാണ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ. 4 മണി തൊട്ട് 5:30 വരെ കളിയാണ്. എല്ലാവർക്കും കളി, എനിക്ക് മനോവേദന. എന്താണെന്നറിയാമോ?
ഒറ്റ പന്തല്ലേ ഉള്ളു അമ്മച്ചി, ഒരു പന്തേ ഉള്ളൂ. ആ പന്തിനാണ് ഇതെല്ലാം കൂടെ ഓടുന്നത്. എല്ലാം കൂടെ ഓടുക ഒരു പന്തിന്. ആൾക്ക് ഓരോ പന്തുണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് സമാധാനമായേനെ. എല്ലാവർക്കും ഓരോ പന്ത്. അമ്മച്ചി എൻ്റെ ഗതികേടിനും ബാക്കിയുള്ളവരുടെ നേട്ടത്തിനും ഒരു പന്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ പന്ത്. അതും സാമാന്യം വലുപ്പമുള്ള പന്ത്. അതായത് എൻ്റെ കയ്യിലൊന്നും നിൽക്കത്തു പോലും ഇല്ല പന്ത്. ഒരു 15കാരനെ കൊണ്ടുവന്ന് കടലിൽ കൊണ്ടെറിഞ്ഞ് കളയുന്ന പോലെ ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കൊണ്ടുപോയി നിർത്തിയപ്പോൾ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ആളുകളൊക്കെ പാസ് തരാൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചോദിച്ചാൽ പാസ് കിട്ടും. പിന്നെന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത് കണ്ടിട്ടില്ല ഈ കളി, മനസ്സിലായോ? ഞാൻ നിങ്ങൾ അവിശ്വസിക്കൊന്നും വേണ്ട. ടി വി ഒക്കെ ഒരു 10-25 വീട്ടിൽ ഒരാൾക്കേ ടി വി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ പാസ് ചോദിച്ചാൽ കിട്ടും, അതെനിക്ക് മനസ്സിലായി. നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി, അപ്പം തരും. എന്നിട്ട് ഈ പന്ത്, പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഡ്രിബിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ നിയമം, അതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ പാസ് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. എൻ്റെ സമപ്രായക്കാരായ എൻ്റെ കൂട്ടുകാരോട് ആ പന്ത് എൻ്റെ ഈ തരുവോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് 4 മണി മുതൽ 5:30 വരെ ആ കോർട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്ന ഒരു 15കാരനെ എനിക്ക് പരിചയമുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി. വിശ്വസിക്കുമോ നിങ്ങൾ? ഇനി നിങ്ങൾ എന്നോട് ചോദിക്കണം, അങ്ങനെയാണെ പറ, എങ്ങനെയാ അതിന്ന് പുറത്തു വന്നേ? എന്നാ പറ, എങ്ങനെയാ അതിന്ന് പുറത്തു വന്നേ? ഒറ്റ കാര്യം നിങ്ങളോട് ഈ രാത്രി ഞാൻ പറയാം. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ കൗമാരക്കാലത്തും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം, എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അനേകം മടങ്ങ് ഇരട്ടി അമർത്തിക്കുലുക്കി നിറച്ചളന്ന് തിരിച്ചു തരാൻ കഴിവുള്ള ഒരു അപ്പൻ എനിക്കുണ്ടെന്ന് മനസ്സിലായ നിമിഷം മുതൽ എൻ്റെ തലവര മാറിയെന്ന് ഞാൻ എളിമയോടെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു സത്യം ജീവിതത്തിൽ പിടികിട്ടി. എനിക്കൊരു അപ്പനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ അപ്പനും അമ്മയും ഇപ്പോഴും ജീവനോടുണ്ട്. അവർ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. ഇതാണ് അവരുടെ ജോലി. അവർക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇനി കിട്ടാനില്ലെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ അപ്പൻ്റെ വേറെ ഒന്നും ചെയ്യാൻ, വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ആരോഗ്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ടി വിയിൽ ഇങ്ങനെ എൻ്റെ പ്രസംഗവും കേട്ടുകൊണ്ടിരിക്കും എൻ്റെ അപ്പൻ. അപ്പം ഞാൻ ഈ അപ്പനെ കുറിച്ച് പറയുന്ന എല്ലാം അപ്പം കേൾക്കും. കൂടുതലും നല്ലതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതും കേൾക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും കേൾക്കും. ഞാൻ പറയാൻ പോകുന്നത് ഇതും കേൾക്കും. എന്താണെന്നറിയാമോ? അറിയാൻ പാടില്ലായിരുന്നു. പഴയ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അപ്പന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നു മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അറിഞ്ഞുകൂടായിരുന്നു. മോശമായതുകൊണ്ടല്ല, അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. മക്കളെ കെട്ടിപ്പിടിക്കണമെന്നും മക്കളെ ആശ്ലേഷിക്കണമെന്നും മക്കളുടെ മുടിയിഴകളിൽ തലോടണമെന്നും മക്കൾക്കിടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്നും നെഞ്ചത്തിട്ട് വളർത്തണമെന്നും അറിഞ്ഞുകൂടായിരുന്നു. രാപകൽ അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. കഴുതയെപ്പോലും കാളയെപ്പോലും പണിയെടുത്ത് മക്കൾക്ക് ഭക്ഷിക്കാനുള്ള കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അവരുടെ നിവൃത്തിക്കകത്ത് നിന്നുണ്ട്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു മക്കളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, മക്കളെ എങ്ങനെയാണ് എൻകറേജ് ചെയ്യേണ്ടത്, മക്കളെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, മക്കളെ എങ്ങനെയാണ് ആശ്ലേഷിക്കേണ്ടത്, മക്കളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചിട്ട് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് അറിഞ്ഞുകൂടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അപ്പൻ എനിക്ക് ഉമ്മ എന്നെന്ന് ഞാൻ പറയട്ടെ, എൻ്റെ പുത്തൻ കുർബാനയുടെ അന്നാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല സിസ്റ്ററെ കേട്ടോ. നിങ്ങൾ എൻ്റെ അപ്പൻ ഒരു കൊള്ളരുതാത്ത കൊള്ളക്കാരനാന്ന് വിചാരിക്കരുത്. ഇത് ഇനി ഏറ്റവും വലിയ ഗതി കണ്ടെന്നറിയാം, ഇതും പുള്ളി കേൾക്കും. മനസ്സിലായോ? പാവോ. അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഉള്ളതുപോലെ തുറന്നു പറയണം കേട്ടോ. അതായത്
ഫോട്ടോ എടുക്കാൻ വന്ന ആള് പറഞ്ഞു അപ്പനും അമ്മയോട് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ പാവങ്ങൾ അവർക്ക് പാവങ്ങളല്ലേ, അവർ വന്നിട്ട് വളരെ സ്നേഹത്തോടെ എനിക്ക് ഉമ്മ തന്നപ്പോൾ ഐ ഫെൽറ്റ് വിയേർഡ്. എനിക്ക് വല്ലാത്തൊരു വിയേർഡ് ഫീലിംഗ് വരികയാണ്. അതായത് ആ ഉമ്മ തരുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. ബിക്കോസ് ഐ ഹാവ് നെവർ റിസീവ്ഡ് സച്ച് എ തിങ് ഇൻ മൈ ലൈഫ്. നിങ്ങൾക്കൊന്നും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവർ പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടാവും. എൻ്റെ മെമ്മറിയിൽ അങ്ങനൊരു സാധനമില്ല. അതുകൊണ്ട് എൻ്റെ അകത്ത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടേ? ഞാൻ വളരെയധികം മുറിവേറ്റ ഒരു കുട്ടിയായിരുന്നു. എൻ്റെ അകത്ത് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. കാരണം എന്താണെന്നറിയാം, എന്നെ ആരും ഓണപ്പ് ചെയ്തൊരു ഫീലിംഗ് എനിക്കില്ല. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവർ നല്ല മനുഷ്യരാണ്. പക്ഷേ നാട്ടുമ്പുറത്തുള്ള നമ്മുടെ സാധാരണക്കാരെ അപ്പനമ്മമാർക്ക് പേരൻറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്നും അറിഞ്ഞൂടാ. അവർ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രാപകലില്ലാതെ കഴുതയെ പോലെ കിടന്ന് പണിയെടുത്ത് മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. ക്വാളിറ്റി ടൈം, ചാപ്മാൻ പറയുന്ന ക്വാളിറ്റി ടൈം ആ പാവപ്പെട്ട അപ്പനും അമ്മയും അറിയാം. അവർക്ക് അറിഞ്ഞുകൂടാ എന്താണ് അപ്പൻ മക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക, സമയം ചെലവഴിക്കുക, അവരോട് ചോദിക്കുക. ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞേ ഹല്ലേലൂയ. നാട്ടുമ്പുറത്തെ അപ്പന്മാർ വിചാരിച്ച നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം, നല്ല സീരിയസ് ആയിരിക്കണം. അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഒരു പുരോഹിതൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. ഒരാളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടായി എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് അച്ഛനോട് ഭയങ്കര ഒരു സ്നേഹം വന്നത്. ഇൻസെക്യൂർ ആയിരുന്നു, അതുകൊണ്ട് പേടിയായിരുന്നു. എല്ലായിടത്തും പേടിയാണ്. പേടി. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പേടിയായിരുന്നത് കൊണ്ട് ആ പേടിയായിരുന്നു എൻ്റെ സോഷ്യൽ ആങ്സൈറ്റി. ആ പേടിയായിരുന്നു എൻ്റെ സമൂഹത്തെ ഭയം. എനിക്ക് ഒന്നിനും ഒരു ധൈര്യമില്ല. എനിക്ക് പേടിയാണ്. ടീച്ചർ ചോദ്യം ചോദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷം എൻ്റെ കർത്താവിൻ്റെ കരുണ കൊണ്ട് ദൈവം എനിക്കൊരു ബോധ്യം തന്നു, ഒരു അനുഭവം തന്നു, എന്നെ ബോധ്യപ്പെടുത്തി തന്നു. നിന്റെ പാവപ്പെട്ട അപ്പനമ്മമാർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ട് നിനക്ക് തരാൻ പറ്റാത്തത് അവർ തന്നതിനേക്കാളും എത്രയോ മടങ്ങ് അമർത്തി കുലുക്കി നിറച്ചളന്ന് നിന്റെ ചങ്കത്തിട്ട് തരാൻ നിനക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായ നിമിഷം മുതൽ എൻ്റെ തലവര മാറി തുടങ്ങി. ഇതിന്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എനിക്ക് മനസ്സിലാവും. ഒരപ്പനുണ്ടെന്ന് പറയുന്നതിൻ്റെ വില. ഒരപ്പനുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാവോ, എനിക്ക് പേടിയില്ല. ഹലോ, എനിക്ക് പേടിയില്ലെന്ന്. എനിക്ക് പേടിയില്ല. ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അഹങ്കാരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അനുസരിക്കേണ്ടവരെ ഞാൻ അനുസരിക്കുന്നുണ്ട്, അധികാരികൾക്ക് ഞാൻ വിധേയനാണ്, അതൊന്നല്ല ഞാൻ പറയുന്നത്. ഒന്നിനും ഭയമില്ല. യേശു കർത്താവാണ് എന്ന് ഏത് നരകത്തിലും പോയി ഞാൻ പറയും. എനിക്ക് പേടിയില്ല. എന്നെ കൊല്ലും എന്നാലും ഞാൻ പറയും എനിക്ക് പേടിയില്ല. എന്നെ കഴുത്തിന് കത്തി വെച്ചിട്ട് പറയാണ് യേശു സത്യമല്ലെന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും യേശു മാത്രമാണ് സത്യം. എനിക്ക് പേടിയില്ല. വേണേ പരീക്ഷിച്ചോ, ഞാൻ വെല്ലുവിളിക്കണം. വേണേ നിങ്ങൾ കത്തി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറയാം യേശു മാത്രമേ ഉള്ളൂ സത്യം. എനിക്ക് പേടിയില്ല. എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് പേടിയില്ലാത്തതിന് കാരണം എനിക്ക് എൻ്റെ പുറകിൽ സ്ട്രോങ് ആയിട്ട് ഒരാളുണ്ട്. ആ ആളുടെ പേര് പിതാവായ ദൈവം എന്നാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണെന്ന്. ഞാൻ എന്തിനു പേടിക്കാനാ? ഞാൻ ആരെ പേടിക്കാനാ? പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ എൻ്റെ അപ്പൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ വല്ലവരും ചീത്ത വിളിച്ചാൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണത്. എന്നെ വല്ലവരും തള്ളിപ്പറഞ്ഞാൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണ്. എന്നെ വല്ലവരും ഒറ്റിക്കൊടുത്താൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണത്. എന്നെ വല്ലവരും ബസ് സ്റ്റാൻഡിലിട്ട് അടിച്ചാൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണത്. എന്നെ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് ആളുകൾ വെട്ടിയാൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണത്. ഞാനൊരു മാരക രോഗം വന്ന് വഴി കിടന്ന് മരിച്ചാൽ എൻ്റെ അപ്പൻ അനുവദിച്ചിട്ടാണത്. പറഞ്ഞേ ഹല്ലേലൂയ.
ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ഈ ദേശത്തോട് വിളിച്ച് പറയുന്നു, എനിക്ക് ഭയമില്ല. എന്താ കാര്യം എന്നറിയാമോ? അപ്പോൾ അതാണ് ഈ രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം. ദൈവം അപ്പനാണ് എന്നത് എനിക്ക് തന്ന ആദ്യത്തെ സമ്മാനം ധൈര്യം, സെക്യൂരിറ്റി, സുരക്ഷിതത്വം. ഐ ആം സെക്യൂർ. ഞാൻ ഭയങ്കര സെക്യൂറാണ്, എനിക്ക് പേടിയില്ല. ദൈവമില്ലേ പിന്നെന്നാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സീറോ മലബാറുകാരല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഒരൊറ്റ സീറോ മലബാറുകാരനും തോന്നാത്തൊരു വികാരം എനിക്ക് നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് അത് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നറിയാം, സർവാധിപനാം കർത്താവേ. അയ്യോ, എനിക്ക് ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടാൻ തോന്നുന്നേരം. സർവാധിപനാം കർത്താവേ, സർവാധിപനാം കർത്താവേ. സർവാധിപൻ, ഈ ലോകത്തിന്റെ അധിപൻ എൻ്റെ അപ്പനാണ്. I belong to him and he belongs to me and he owns me up. എന്നെ ഓണപ്പ് ചെയ്യുന്ന ആരാന്നറിയാമോ? മനുഷ്യരൊന്നുമല്ല, ദൈവമാണ്. ദൈവം, ഞാൻ ദൈവത്തിൻ്റെതാണ്. I belong to God and he owns me up. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ നഗരത്തിൽ സുവിശേഷം കേൾക്കാനെത്തിയ ആയിരക്കണക്കിന് മക്കളോട് ഞാൻ പറയുന്നു, ഭയം, നിരാശ, അപകർഷതാബോധം, അരക്ഷിതത്വം, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, റിജക്ഷൻ, അബാൻഡൻമെന്റ്, ഓർഫൻഹുഡ്, അനാഥത്വത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും നീരാളിപ്പിടുത്തങ്ങളുടെ തടവറകളിൽ നിന്ന്, ഇരുണ്ടറകളിൽ നിന്ന് പുറത്തു വരാൻ ഈ ദേശത്തിന്, ഈ രാജ്യത്തിന്, ഈ നാടിന് ഒരു സുവിശേഷമുണ്ട്. ദൈവമാണ് എൻ്റെ പിതാവ്, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. ഞാൻ എന്തിനാ ഭയപ്പെടണം? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഐ ബിലോങ് ടു ഹിം. ദൈവം എൻ്റെ അപ്പനാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മനസ്സിലായോ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന ആദ്യത്തെ സമ്മാനമാണ് ഒരപ്പനെ തരും. അപ്പനെ തരും എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി തരും. ഭയങ്കര സംരക്ഷണവും ഭയങ്കര സുരക്ഷിതത്വവും, ഭയങ്കര സമാധാനവും ദൈവം തരും. ഭയങ്കര സമാധാനം, ധൈര്യം, ഭയങ്കര കോൺഫിഡൻസ്, ഉറപ്പ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈശോയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ ആദ്യത്തെ സമ്മാനം എന്താണ്? അപ്പൻ. നമുക്കൊരപ്പനെ കിട്ടും. ഒരിക്കൽ ഞാൻ പാലായിൽ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് പറയാൻ കാരണം, അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് വേറെ ആര് വന്നാലും അവരെ ഒന്നും അങ്ങോട്ടൊന്നും കയറ്റിവിടത്തില്ല. അച്ഛന്മാരെ സമാധാനത്തോടെ ധ്യാനിക്കാൻ വേണ്ടി വേറെ ആരും അങ്ങോട്ടൊന്നും കയറ്റില്ല. പക്ഷെ ഒരു കുടുംബം ഇങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങൾ മരണത്തിൻ്റെ വക്കിലാണ്, ഞങ്ങളെ ഒന്ന് കാണണം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛന്മാരുടെ ധ്യാനം നടക്കുകയാണ്, അച്ഛന്മാർക്ക് ഡിസ്റ്റർബൻസ് ആവും. ഇല്ലല്ല അച്ഛാ, ഞങ്ങൾ വഴിയില്ല, റോഡിൽ വന്ന് നിന്നോളാം, അച്ഛൻ അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ ഏതായാലും ഞാൻ അവരെ കണ്ടപ്പോഴാണ് അവർ ഒരമ്മയും മകളും കൂടാണ് വന്നത്. പാറിപ്പറക്കുന്ന, ഇങ്ങനെ അഴിച്ചിട്ട് കെട്ടാതെ ഇങ്ങനെ ചെതറി പാറി കിടക്കുന്ന മുടി, മുഖമൊന്നും കഴുകാതെ, മുഖമൊക്കെ ഇങ്ങനെ കരഞ്ഞ് വീർത്ത് ഒരു പെൺകുട്ടിയും കൊണ്ടൊരു അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൾ വല്ലാത്ത അവസ്ഥയിലാണ്. ഇവളുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവളുടെ ഭർത്താവ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇവള് നോക്കി നിൽക്കെ. ഇവക്കിപ്പോൾ ജീവിക്കണമെന്നില്ല, ഇവള് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവക്ക് ജീവിക്കണമെന്നില്ല, എല്ലാ പ്രതീക്ഷയും പോയി. ഇങ്ങനെയൊക്കെ ഒരാൾ വരുമ്പോൾ അവരോട് ഉപദേശം കൊടുത്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉപദേശം എന്നാ പറയാനാ? ഭർത്താവ് നോക്കി നിൽക്കുക, കൺമുമ്പിൽ വെച്ച് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായിട്ട് നിന്ന ഒരു പാവം പെൺകുട്ടിയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയ വേദനകളെ ഒരു മനുഷ്യൻ്റെയും ഉപദേശം കൊണ്ട് നേരെയാക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അവളുടെ തലയ്ക്ക് വെച്ച് കുറേ സമയം, എൻ്റെ കർത്താവേ, നിനക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും. ദൈവമേ, ഈ പാവത്തിന് നീ സമാധാനം കൊടുക്കണേ കർത്താവേ, ഇതിൻ്റെ വിശ്വാസം തുറന്നു കൊടുക്കണേ ദൈവമേ, ബോധ്യം കൊടുക്കണേ, നിത്യതയെക്കുറിച്ച് ബോധ്യം കൊടുക്കണേ, ഇതിൻ്റെ നിരാശ മാറ്റണേ. അങ്ങനെ ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ചു, 10-20 മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നീ ഇപ്പം സമാധാനമായിട്ട് പോവൂ, അച്ഛന്മാരുടെ ധ്യാനമാണ്, എനിക്ക് നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. മോളൊരു 2 ആഴ്ച കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ധ്യാനമുണ്ട്, നീ അവിടെ വാ, അപ്പം അവിടെ വെച്ച് നമുക്ക് കാണാം.
അപ്പം അവൾ വരുമ്പോൾ അന്നത്തെ ധ്യാനം സ്വർഗസ്ഥനായ പിതാവേ ധ്യാനമാണ്. ആബ അനുഭവ ധ്യാനം. അപ്പോൾ ഇവള് വന്നു, ഞാൻ ഈ ദൈവം പിതാവാണെന്നെല്ലാം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ഒന്നും കാണാനൊന്നും പറ്റില്ല. ധ്യാനത്തിന് വരുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ അത്യാവശ്യമുള്ളവരെ കാണാൻ പറ്റും, അത്യാവശ്യമുള്ളവരെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ആ സമയത്ത് ഇവളോട് ഞാൻ കുറച്ച് സംസാരിച്ചു. വലിയ സങ്കടമൊന്നും മാറിയിട്ടുള്ളതായിട്ട് തോന്നിയില്ല. നിരാശയോടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു പേപ്പറിനകത്ത് എന്തോ ഇങ്ങനെ കുത്തിക്കുറിച്ച് മടക്കി എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു, സമയമില്ലെന്നറിയാം, അച്ഛൻ വായിച്ചാൽ മതി, പിന്നെ എപ്പോഴും സമയം കിട്ടും, എൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അതിനകത്ത് ആ പേപ്പറിനകത്ത് സമയം കിട്ടുമ്പോൾ ഇത് ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അച്ഛാ ഞാനേ സത്യം പറഞ്ഞാൽ വന്ന പോലെ തന്നെ തിരിച്ചു പോന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല അച്ഛാ, ഒന്നും മറക്കാൻ പറ്റുന്നില്ല. ആ ഓർമ്മ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ തലയിൽ. ഈ ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഞാനിങ്ങനെ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട്. മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും മാറിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അത് പറയുമ്പോൾ ഉണ്ടല്ലോ അച്ഛാ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം അകത്ത് കയറിയിട്ടുണ്ട്, ഒരു കാര്യം അകത്ത് കയറിയിട്ടുണ്ട് അച്ഛാ. പ്രശ്നമല്ല അതുപോലെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം അകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് ആരുമില്ലെങ്കിലും ഒരപ്പനുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പോവാണ്, ഇനി എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? ഇത്തിരി സമാധാനം ഉണ്ടച്ചാ. എന്നാലും ഞാൻ പറഞ്ഞു, നീ ഒന്നുകൂടെ ഒന്ന് വരാവോ, ഞാൻ ഫ്രീ ആണ്, നീ ഒന്നുകൂടെ ഒന്ന് വരാമോ, ഈ ദിവസം വരാവോ? വന്നപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അന്നേരം എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഇതാണ്, നീ വേഗം വേറൊരു കല്യാണം കഴിക്കണം. അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത്ര മനസാക്ഷി ഇല്ലാതെ അച്ഛൻ എങ്ങനെയാണ് എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ പോലെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അച്ഛൻ എന്നോട് ഇങ്ങനെയാണോ പറയുന്നത്? എൻ്റെ അച്ഛൻ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് എന്നോട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അച്ഛൻ പറയുമ്പോൾ ഞാൻ എന്നെ പറയണ്ടേ? അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയമില്ല, ഞാൻ നിന്നോട് പറയുന്നു, വേഗം വേറൊരു കല്യാണം കഴിക്കണം. അവളിങ്ങനെ ചിരിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു ചിരി. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, അപ്പൊ കല്യാണം റെഡി ആകുമ്പോൾ എന്നെ അറിയിക്കണം, കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ തലകുലുക്കിയിട്ട് അവൾ പോയി. ഒരു 3 മാസം കഴിയുമ്പോൾ അവൾ എന്നെ വിളിച്ചു, ഡാനിലച്ചാ അച്ഛാ എൻ്റെ കല്യാണമാണ്, എൻ്റെ അച്ഛാ ഞാൻ ആകെ മാറി, എൻ്റെ നിരാശയെല്ലാം പോയി, എൻ്റെ കല്യാണമാണ്. അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, കേരളത്തിലുണ്ടെങ്കിൽ വരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്നാ? അപ്പോൾ അവൾ ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേരളത്തിലുണ്ടെങ്കിൽ വരാമെന്നല്ലേ പറഞ്ഞേ. ഞാൻ ഒറീസയിലാണ്. അച്ഛാ ഞാൻ പറഞ്ഞു വാക്ക് മാറ്റി പറയാൻ പറ്റില്ല, കേരളത്തിലുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞു. കേരളത്തിലില്ല അന്ന്, ഞാൻ ഒറീസയിലാണ്. നീ ഒരു കാര്യം ചെയ്യും, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ ഭർത്താവിനെയും കൂട്ടി വരിക എൻ്റെ അടുത്ത്. കോവിഡിൻ്റെ സമയമാണ്, ചെറിയ പ്രാർത്ഥനകളൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ. കോവിഡ് കഴിഞ്ഞ് എല്ലാം ഒന്ന് തുറന്നു വരുന്ന സമയമാണ്. ഒരു നൈറ്റ് വിജിൽ മൗണ്ട് കാർമലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാസ്ക് വെച്ച ഒരു ചെറുപ്പക്കാരനും മാസ്ക് വെച്ചൊരു പെൺകുട്ടിയും ഇരുട്ടത്തിങ്ങനെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഡാനിലച്ചാ, പകൽ വെളിച്ചത്തിൽ മനുഷ്യരെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അന്നേരമാണ് ഈ ഇരുട്ടത്തിൽ മാസ്കും വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിൽക്കുകയാണ്. ഇത് ആരാണെന്നറിയാൻ വേണ്ടി, ഡാനിലച്ചാ. ഞാൻ പറഞ്ഞു ആരാ? അപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ എന്നെ മറന്നോ? മാസ്ക് ഇങ്ങനെ, നീയാണോ? നിന്റെ കല്യാണം ശരി നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ 2 പേരോട്. അപ്പം ഞാൻ 2 പേരെയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ കൊച്ചിനെ നീ സങ്കടപ്പെടുത്തരുത്, നീ ഇവളെ നല്ലതായിട്ട് നോക്കിക്കോണം, ഇവൾ ഒത്തിരിയും കരഞ്ഞ ഒരു പാവം കൊച്ചാണ്, ഒത്തിരി ഇവൾ വിഷമിച്ചതാണ്, നീ നല്ലതായിട്ട് നോക്കിക്കോണം ഇവളെ എന്നൊക്കെ പറഞ്ഞ് അവൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ സമാധാനമുണ്ട് അച്ഛാ, അച്ഛനോട് ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതൊരു നന്ദികേടാവും. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എനിക്ക് അച്ഛൻ തന്ന വലിയൊരു ബോധ്യമാണ്. എനിക്ക് ഒരു
അപ്പനുണ്ട്, എനിക്കൊരപ്പനുണ്ട്. ഇത് ഇനി ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഈ കൊച്ചിത് കേൾക്കുമ്പോൾ അവൾ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് അവൾ വിളിക്കും, അപ്പാന്ന് വിളിക്കും, അപ്പാ. എനിക്ക് ഒത്തിരി പേരെ അറിയാം. എന്തെന്നറിയോ? അപ്പനെ കിട്ടിയപ്പോൾ ജീവിതം കിട്ടിയവര്, അപ്പനെ തിരിച്ചു കിട്ടിയപ്പോൾ ജീവിതം തിരിച്ചു കിട്ടിയവര്. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, അല്ലെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ കയറി കഥ അടച്ചിട്ട് പൈപ്പും തുറന്നിട്ടിട്ട് കുറെ നേരം അപ്പാന്ന് വിളിച്ച് കരയണം. അപ്പാന്ന് വിളിച്ചിട്ട്, അപ്പാ, വർഷങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ദുഃഖങ്ങൾ ഒരു വെള്ളപ്പാച്ചിലിൽ ഒഴുകി അകന്നു പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകും. അപ്പനെ തിരിച്ചു കിട്ടിയാൽ ജീവിതം തിരിച്ചു കിട്ടും. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാവാൻ അവൻ കഴിവ് നൽകി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇതാണ്, സെക്യൂരിറ്റി, സുരക്ഷിതത്വം. പിന്നെ ഭയമില്ല. നമുക്കെന്തറിയാം, നമ്മൾ പിന്നെ എന്നാ വരാനാ? ആരെന്ത് ചെയ്താൽ മനുഷ്യൻ എന്നാ ഒന്നും വരാനില്ല. എനിക്ക് എൻ്റെ അപ്പനുണ്ട്. ബാക്കി കാര്യം നിങ്ങൾ നാളെ വാ, ഞാൻ നാളെ പറയാം. അപ്പനെ കിട്ടിയാൽ ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ ഞാൻ നാളെ, നമ്മൾ ആരോഗ്യത്തോടെ ആയുസ് ദൈവം തരികയാണെങ്കിൽ നാളെ പറയാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാളൊരു പൂജ്യമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. ഒരു മനുഷ്യൻ്റെ തലവര ദൈവം തിരുത്തി എഴുതാൻ പോകുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്, ഒരു തീയുടെ മുമ്പിൽ എത്തുമ്പോഴാണ്. വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, വഴി കാണാതെ ഉഴറുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ഗതികിട്ടാതെ അലയുന്ന ഏതൊരു പാഴ്ജന്മത്തിൻ്റെയും പ്രതീകമാണ് മോശ. അയാളുടെ തലവര മാറുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്. ഇത് നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന അഗ്നിയാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.